ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. എടാ കേൾക്കുന്നുണ്ടടാ? കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യടാ. നമ്മളിന്ന് പുതിയ ടോപ്പിക്കാണ് ക്രിട്ടിക്കൽ റീസണിങ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് റെയിൽവേ പോയിന്റ് ഓഫ് വ്യൂല് എല്ലാ രീതിയിലും. ഗുഡ് ഈവനിങ്. ഓക്കെ ആവണേ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? സെറ്റ് അല്ലേ? സ്റ്റാർട്ട് ചെയ്തൂടെ? അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് റെയിൽവേയിൽ എല്ലാ ഷിഫ്റ്റിലും ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ് ക്രിട്ടിക്കൽ റീസണിങ്. നമ്മൾ നേരെ മുന്നേ പഠിച്ചിട്ടുള്ള വെർബൽ റീസണിങ്, നോൺ വെർബൽ റീസണിങ് പോലെയല്ല, നമ്മൾ പുതിയൊരു വേ ഓഫ് തിങ്കിങ് ആണ് ഇവിടെ വരുന്നത്. സോ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും, കുറച്ച് കാര്യങ്ങൾ കേൾക്കണം. അതെങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്, ഐഡിയ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരും. ആ രീതിയിൽ മനസ്സിലാക്കി ഉത്തരം സോൾവ് ചെയ്യുക. ഓക്കെ, സോ ഈ ക്രിട്ടിക്കൽ റീസണിങ്ങിൽ നമുക്ക് 4 ടോപ്പിക്കാണ് വരുന്നത് മെയിൻ ആയിട്ട്. ആ 4 ടോപ്പിക്കും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഏതൊക്കെയാടാ 4 ടോപ്പിക്? ഏതൊക്കെയാ? ഫസ്റ്റ് വൺ, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ. ഏതാടാ? സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ. സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ. സോ ഇതാണ് ഫസ്റ്റ് ടോപ്പിക്. ഓക്കെ, രണ്ടാമത്തത് സ്റ്റേറ്റ്മെന്റ് അസംഷൻ. സ്റ്റേറ്റ്മെന്റ് അസംഷൻ ഇവനാണ് രണ്ടാമത്തെ ടോപ്പിക്. മൂന്നാമത്തത് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ പഠിക്കണം, സ്റ്റേറ്റ്മെന്റ് അസംഷൻ പഠിക്കണം. മൂന്നാമത്തത് കോഴ്സ് ഓഫ് ആക്ഷൻ. കോഴ്സ് ഓഫ് ആക്ഷൻ. ഓക്കെ, സോ മെയിൻ ആയിട്ട് ഈ 3 ടോപ്പിക്കാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ് പറയാം. അത് പക്ഷേ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെന്റ് അസംഷൻ പോലെ തന്നെ ചിന്തിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. സോ മെയിൻ ആയിട്ട് ഈ 3 ടോപ്പിക്കാണ് വരുന്നത്. കോഴ്സ് ഓഫ് ആക്ഷൻ ആൻഡ് കോഴ്സ് ഓഫ് എഫക്ട്. അത് ഈ കോഴ്സ് ഓഫ് ആക്ഷൻ തന്നെ. അപ്പം ഈ 3 കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആവുന്ന ടോപ്പിക്കാണ് ഏത്? ക്രിട്ടിക്കൽ റീസണിങ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷനും സ്റ്റേറ്റ്മെന്റ് അസംഷനും ആണ്. സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെന്റ് അസംഷൻ, ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്, എന്തൊക്കെ ഐഡിയാസ് ആണ് മുന്നോട്ട് വെക്കേണ്ടത്, ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേടാ? സോ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെന്റ് അസംഷൻ, കോഴ്സ് ഓഫ് ആക്ഷൻ. ക്ലിയർ അല്ലേടാ? അപ്പം ശ്രദ്ധിക്ക്, നോർമലി നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിൽ 2 രീതിയിലാണ് ഈ 5 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. അതിൽ തന്നെ റെയിൽവേ അതേപോലെ തന്നെ SSC ഒക്കെ 4 ഓപ്ഷൻസേ ഉള്ളൂ. പക്ഷെ വരാൻ ചാൻസ് ഉള്ളത് 4 ഓപ്ഷൻസ് ആണ്. കൺക്ലൂഷൻ 1 ഫോളോസ്, കൺക്ലൂഷൻ 2 ഫോളോസ്, either 1 or 2, neither 1 or 2, both 1 and 2. നമ്മൾ സില്ലോജിസത്തിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള ഓപ്ഷൻസ് ആണ്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. സോ എല്ലാ ക്വസ്റ്റിനും ഞാൻ ഈ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി, 1 ആണെങ്കിൽ 1 ഫോളോസ്, ഇനി 2 തെറ്റാണെങ്കിൽ either. നമ്മൾ സില്ലോജിസ് പറഞ്ഞിട്ടുണ്ട്, either അപ്ലൈ എടുക്കേണ്ടത്. 2 ഫോളോ ചെയ്യുന്നില്ല, പക്ഷെ 1 ഫോളോ ചെയ്യുമ്പോൾ അടുത്തത് ഫോളോ ചെയ്യുന്നില്ല. രണ്ടാമത് ഫോളോ ചെയ്യുമെങ്കിൽ ആദ്യത്തെ ഫോളോ ചെയ്യില്ല. ഇങ്ങനത്തെ സന്ദർഭത്തിലാണ് നമ്മൾ എന്ത് ചൂസ് ചെയ്യാറ്? either ചൂസ് ചെയ്യാറ്. ശരിയല്ലേ? സോ അങ്ങനെ ഓപ്ഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? അത് ചൂസ് ചെയ്യാം. സോ നിലവിൽ ഈ 5 ഓപ്ഷൻസ് ആണ് ഉള്ളത്. പക്ഷേ ഈ 5 ഓപ്ഷൻസ് ഒരേ സമയം വരില്ല. നമുക്ക് 4 ഓപ്ഷൻസ് അല്ലേ വേണ്ടുള്ളൂ. അതിൽ ഈ 4 ഇതിൽ ഈ 5 ഏതെങ്കിലും 4 ആയിരിക്കും തരിക. ഓക്കെ അല്ലേടാ? ഇതുവരെ ഓക്കെ അല്ലേ? വേറെ പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അറിയുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ അല്ലേ? നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാലോ. സെറ്റ് ആണോ? ക്ലിയർ ആണോ? റെഡി? ഓക്കെ, സെറ്റ് അല്ലേ? അപ്പം ഓരോ കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കാര്യമാണ് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ. സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ. അപ്പം ഞാൻ പറയാം, നിങ്ങൾ ഇതിൽ എങ്ങനെയൊക്കെ ലോജിക് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കും, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇനിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺക്ലൂഷൻ ആണ്. ഓക്കെ, എന്താണ് കൺക്ലൂഷൻ? കൺക്ലൂഷൻ എന്താണ്, അസംഷൻ എന്താണെന്നുള്ള കാര്യം ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓക്കെ, സർ എക്സാം ഡേറ്റ് വന്നു. എക്സാം ഡേറ്റ് ഒഫീഷ്യൽ ആയിട്ട് വന്നിട്ടില്ല, പക്ഷെ എന്നാലും ഏകദേശം ഒരു ജൂൺ ഫസ്റ്റ് വീക്ക് എന്നൊക്കെ രീതിയിൽ കുറെ മെസ്സേജസ് കണ്ടു. പക്ഷെ ഒഫീഷ്യലി നമ്മൾ എന്ത് കണ്ടിട്ടില്ല? റെയിൽവേന്റെ ഭാഗത്ത് ഒരു നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, സോ നോക്ക്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഒന്ന് കൺക്ലൂഷൻ. കൺക്ലൂഷൻ എന്തായാലും ജൂണിൽ എക്സാം ഉണ്ടാവും, ആ രീതിയിൽ അങ്ങ് പഠിച്ചു പോയാൽ മതി. ഓക്കെ, അസംഷൻ. അസംഷൻ. ഓക്കെ, നോക്ക്, ഒന്നാമത്തെ പോയിന്റ്, ഈ കൺക്ലൂഷൻ ആയിക്കോട്ടെ അസംഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൃത്യമായിട്ട് തരും. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടാണ് നമ്മളോട് ചോദിക്കുക, ഇതിലിപ്പോ കൺക്ലൂഷൻ ആണെങ്കിൽ ഏതൊക്കെ ഫോളോ ചെയ്യും, അസംഷൻ ആണെങ്കിൽ ഏതൊക്കെ ഫോളോ ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, എടാ കൺക്ലൂഷൻ ആണെങ്കിൽ ഒരു കൺക്ലൂഷൻ ആണെങ്കിൽ 100% ഫോളോ ചെയ്യാൻ പറ്റുന്ന 100% ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കൺക്ലൂഷനിൽ ഫോളോ ആയിട്ട് എടുക്കുക. നമ്മൾ ഒരു കൺക്ലൂഷൻ തരുന്ന സമയത്ത് ആ കൺക്ലൂഷൻ ഫോളോ ചെയ്യൂല എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇത്ര കാര്യം നോക്കുന്നുണ്ട്. അതിൽ നോക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് 100% ആ കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ. എടാ സ്റ്റേറ്റ്മെന്റ് പറയുന്ന പോലെ തന്നെ കൺക്ലൂഷൻ 100% ശരിയാണെങ്കിൽ മാത്രമേ നമ്മൾ അത് വാലിഡ് ആക്കി എടുക്കുള്ളൂ. നിങ്ങൾ ചോദ്യത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. പക്ഷെ അസംഷനിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, ഒരു അസംഷൻ 100% ശരിയാവണമെന്ന് ഒരു നിർബന്ധമല്ല. ഈ 100% ശരി 100% തെറ്റ് എന്ന് പറയാൻ കാരണം പറയുന്നത് ഇത്രയേ ഉള്ളൂ.
സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് 100% സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കൺക്ലൂഷൻ ആണ് ഫോളോ ചെയ്യുക. ഈ അസംഷൻ ഫോളോ ചെയ്യണമെങ്കിൽ 100% സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇനി അങ്ങനത്തെ സാഹചര്യത്തിൽ എന്ത് ശ്രദ്ധിക്കണം എന്ന് അവിടെ പറഞ്ഞുതരാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇത്ര ആലോചിക്കാം, ഒരു കൺക്ലൂഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഒരു കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നാക്കി എടുക്കുന്ന സമയത്ത് 100% ആ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, കൺക്ലൂഷന്റെ കേസിൽ ഇതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. എന്ത്? ഒരു കൺക്ലൂഷൻ ശരിയാവണമെങ്കിൽ ഈ കൺക്ലൂഷൻ ശരിയാണോ തെറ്റാണോ ചൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, സ്റ്റേറ്റ്മെന്റിൽ 100% എന്താണ് 100% ശരിയായിട്ട് കൺസിഡർ ചെയ്യുകയും വേണം. ഈ കൺക്ലൂഷനിൽ പറഞ്ഞ കാര്യം സ്റ്റേറ്റ്മെന്റിലും കൂടെ പറയുകയും വേണം. എന്ന് വെച്ചാൽ ഒരു പുതിയ കാര്യം പോലും കൺക്ലൂഷനിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഒരിക്കൽ പോലും നമ്മളെ ജനറൽ നോളജോ നമ്മൾ ഓവർ തിങ്കോ ചെയ്യാൻ പാടില്ല. എന്താണ് പറഞ്ഞത്? ഈ കൺക്ലൂഷൻ സെലക്ട് ചെയ്യേണ്ട സമയത്ത്, ഒരു കൺക്ലൂഷൻ ഫോളോ ചെയ്യില്ലെന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും നമ്മളെ GK ഉപയോഗിക്കരുത്. നമ്മൾ ഒരിക്കലും എന്ത് ഉപയോഗിക്കരുത്? GK ഉപയോഗിക്കരുത്. നമ്മൾ ഒരിക്കലും നമ്മുടെ അസംഷൻ യൂസ് ചെയ്യരുത്. ഓക്കെ, ഇതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. എന്ത്? നമ്മൾ ഒരിക്കലും നമ്മുടെ അസംഷൻ ചെയ്യരുത്. നമ്മൾ ഒരിക്കലും ചിന്തിച്ചു കൂട്ടരുത്. നമ്മൾ അവിടെ സിലോജിസം എടുക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, എന്ത്? നമ്മൾ ഒരിക്കലും പോസിബിലിറ്റിന്റെ കേസസ് എടുക്കരുത്. നമ്മൾ എന്താണ്, ഒരു 100% ഒരു ശരി എന്ന് പറയണമെങ്കിൽ നമ്മൾ ഒരിക്കലും ചിന്തിച്ചു കൂട്ടരുത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ കാര്യത്തിന് വാലിഡ് ആവുന്ന കൺക്ലൂഷൻ മാത്രമാണെങ്കിൽ മാത്രമേ നമ്മൾ അത് സെലക്ട് ചെയ്യുള്ളൂ. ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. പക്ഷെ എന്താവരുത്, ഒരിക്കലും അത് നമ്മളെ ചിന്തകൾക്കപ്പുറം, നമ്മളെ ചിന്തകൾ ചിന്തിച്ചു കൂട്ടിയിട്ട് നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ പാടില്ല. നോ അസംഷൻ. ഓക്കെ, ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, ഒരിക്കലും നമ്മളെ സിമ്പതി യൂസ് ചെയ്യരുത്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറും. സിമ്പതി യൂസ് ചെയ്യരുത്, എംപതി യൂസ് ചെയ്യരുത്. ഓക്കെ, നമ്മുടെ ഇമോഷണൽ കോഷ്യന്റ് വെച്ചിട്ട്, നമ്മുടെ IQ പോലെ തന്നെ നമ്മുടെ ഇമോഷണൽ കോഷ്യന്റ് വെച്ചിട്ട് എന്ത് യൂസ് ചെയ്യരുത്? നമ്മളൊരു കൺക്ലൂഷൻ സെലക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, സ്റ്റേറ്റ്മെന്റുമായിട്ട് വിത്ത് ഓൺലി ആകെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ആകെ നമുക്ക് പറയാനുള്ള പോയിന്റ്, സ്റ്റിക്ക് ഓൺ ടു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ ആണോടാ? സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടോ? സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കുന്ന സമയത്ത് അത് ശരിയാണോ തെറ്റാണോ എങ്ങനെ പറയാം? സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ്, സ്റ്റേറ്റ്മെന്റിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ല. ആ കേസാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോക്ക്, ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു, GK നമ്മുടെ ജനറൽ നോളജ് യൂസ് ചെയ്യരുത്, നമ്മൾ അസ്യൂം ചെയ്യാൻ പാടില്ല, നമ്മുടെ സിമ്പതി യൂസ് ചെയ്യാൻ പാടില്ല, നമ്മുടെ എംപതി യൂസ് ചെയ്യാൻ പാടില്ല, നമ്മുടെ കോമൺ സെൻസ് പോലും ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, കോമൺ സെൻസ് എന്ന് വെച്ചാൽ, കോമൺ സെൻസ് ഞാൻ പറയാൻ കാരണം തീരെ കോമൺ സെൻസ് വേണ്ടെന്നല്ല, ഒരു ചോദ്യമായിട്ട് കണക്ട് ചെയ്യാൻ, ഇപ്പൊ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ട കോമൺ സെൻസ് മാത്രം നമുക്ക് ഉണ്ടായാൽ മതി. ഒരുപാട് ചിന്തിച്ച് കൂട്ടാനുള്ള കോമൺ സെൻസ് ഇവിടെ ആവശ്യമില്ല. അത്രേ ഉള്ളൂ. എങ്ങനെയാണ് ഇനി ക്വസ്റ്റ്യൻ മീൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്ക്, ടീച്ചേഴ്സ് കോൾഡ് റാം ഇൻ ഫ്രണ്ട് ഓഫ് ഓൾ ദ സ്റ്റുഡൻസ്. അപ്പൊ ചോദ്യം ഇത്രയേ ഉള്ളൂ, എല്ലാ സ്റ്റുഡൻസിന്റെ മുന്നിൽ നിന്ന് ടീച്ചർ ആരെ ചീത്ത വിളിച്ചു? രാമിനെ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ സ്കോൾഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ കൺക്ലൂഷനിൽ പറയാണ്, ദ ടീച്ചർ ഡിസ്ലൈക്ഡ് റാം. അപ്പം ഈ ഒരു ബേസിക്സ് അറിയില്ലെങ്കിൽ, ഈ ഒരു കാര്യം അറിയില്ലെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കുക? ശരിയായിരിക്കും, രാമിനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആയിരിക്കില്ലേ ചീത്ത വിളിക്കുന്നത്. ഞാനിപ്പോ എന്താ പറഞ്ഞത്? രാമിനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കാം ചീത്ത വിളിച്ചത്. ആയിരിക്കാം. വാട്ട് ഈസ് ദിസ്? അസംഷൻ. എന്താണ് അത്? അസംഷൻ ആണ്. ഞാൻ ചിന്തിക്കുന്നതല്ലേ. ക്വസ്റ്റ്യനിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ രാമിനെ ഇഷ്ടമല്ല എന്ന്? ടീച്ചറിന് രാമിനെ ഇഷ്ടമല്ല എന്ന് സ്റ്റേറ്റ്മെന്റിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞ കാര്യം എന്തേ ഉള്ളൂ? ചീത്ത വിളിച്ചിട്ടുണ്ട്. കുറച്ചു പേരുടെ മുന്നിൽ നിന്ന് രാമിനെ ചീത്ത വിളിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കൺക്ലൂഷൻ എന്ത് ചെയ്യില്ല? ഫോളോ ചെയ്യൂല. ഇങ്ങനത്തെ ഒരു കൺക്ലൂഷൻ ആണെങ്കിൽ ഫോളോ ചെയ്യില്ല. നൈദർ ഫോളോസ് എന്നുള്ള രീതിയിലാണ്. നൈദർ എന്നല്ല, ഈ കൺക്ലൂഷൻ ഡസൻ ഫോളോ എന്നുള്ളതായിരിക്കും നമ്മുടെ ഓപ്ഷൻ. മനസ്സിലായോ? എടാ, എന്തെങ്കിലും കത്തുന്നുണ്ടോ? മനസ്സിലായോ? ഈ കൺക്ലൂഷൻ ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാരണം എന്തുകൊണ്ടാണ്? കാരണം ഇവനെ ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്നുള്ള പോയിന്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? ഓവറായിട്ട് ചിന്തിച്ചു കൂട്ടണ്ട. ഓക്കെ, ക്ലിയർ? പോയിന്റ് റെഡി ആണോ? മനസ്സിലായോ? ഇതാണ് പോയിന്റ്, ഇതാണ് സ്റ്റേറ്റ്മെന്റിന്റെ പോയിന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഓരോ ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് ഓരോരോ പുതിയ കണ്ടന്റ് പറഞ്ഞുതരാം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രേ ഉള്ളൂ. സെറ്റ് അല്ലേടാ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ ഓവറായിട്ട് ചിന്തിച്ചു കൂട്ടേണ്ട കാര്യം, ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കും നിങ്ങൾ ഉത്തരം സോൾവ് ചെയ്തതിനു ശേഷമായിരിക്കും ഞാൻ പറഞ്ഞു തരുന്നത്. പക്ഷെ ഇന്നത്തെ ക്ലാസ് എല്ലാ പോയിന്റും ഞാൻ പറഞ്ഞു തരും. അത് കൃത്യമായിട്ട് കേട്ട് മനസ്സിൽ വെച്ചാൽ മതി. സെറ്റ് അല്ലേ? അപ്പം ഇവിടെ നോക്ക്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത്, വിത്ത് ദ ഇൻക്രീസ് ഇൻ കൺസംഷൻ ഓഫ് പെട്രോളിയം പ്രൊഡക്ട്സ് ഇറ്റ് ഈസ് ഫിയർഡ് ദാറ്റ് പെട്രോൾ വിൽ ബി എ റെയർ കമോഡിറ്റി ഇൻ യുവർ ഫ്യൂച്ചർ. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് പറയുന്ന കാര്യം എന്താണ്? ഇറ്റ് ഈസ്, ഓക്കെ നോക്ക്,
വിത്ത് ഇൻക്രീസ് ഇൻ കൺസംഷൻ. എന്താണ്? പെട്രോളിയത്തിന്റെ കൺസംഷൻ ഇൻക്രീസ് ആവുന്നുണ്ട്, ഡേ ടു ഡേ ലൈഫിൽ ഇൻക്രീസ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. വിത്ത് ഇൻക്രീസ് ഇൻ കൺസംഷൻ ഓഫ് പെട്രോളിയം പ്രൊഡക്ട്സ് ഇറ്റ് ഈസ് ഫിയർഡ് ദാറ്റ്. എന്താണ് നമുക്ക് പേടിക്കുന്നത്? നമ്മുടെ പേടി എന്താ? പെട്രോൾ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഒരു റെയർ കമോഡിറ്റി ആയി മാറും എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സ്റ്റിക്ക് ഓൺ ടു സ്റ്റേറ്റ്മെന്റ്, അതാണ് എന്റെ പോയിന്റ്. ഓക്കെ ആണോ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. പെട്രോൾ എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് യൂസ് ചെയ്താൽ എന്താണ്? ഭാവിയിൽ വരും തലമുറയിൽ അല്ലെങ്കിൽ വരുന്ന ഭാവിയിലേക്ക് എന്താണ്? അതൊരു റെയർ കമോഡിറ്റി ആയിട്ട് മാറും. അതാണ് സ്റ്റേറ്റ്മെന്റ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കൺക്ലൂഷൻ. കൺക്ലൂഷൻ എന്താ പറയുന്നത്? പെട്രോളിയം പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് പെട്രോളിയം പ്രൊഡക്ട്സ് ഷുഡ് ബി യൂസ്ഡ് എഫിഷ്യൻലി. ഈ ഒരൊറ്റ കൺക്ലൂഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇവിടത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങളോട് പറയാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്, എടാ പെട്രോളിയം പ്രൊഡക്റ്റ് ഷുഡ് ബി യൂസ്ഡ് എഫിഷ്യൻലി. ഇവിടെ തന്നിരിക്കുന്ന കാര്യം ആരുടെയാ? പെട്രോളിയം പ്രൊഡക്ട്സിനെ പറ്റിയല്ലേ? ഇവിടെ തന്നിരിക്കുന്ന കാര്യം ആരെയാണ്? പെട്രോളിയം പ്രൊഡക്ട്സിനെ പറ്റിയാണ്. ഇനി കൺക്ലൂഷനിൽ പറയുന്ന കാര്യം ആരതാ? അവിടെയും പെട്രോളിയം പ്രൊഡക്ട്സ് അല്ലേ? ഇവിടെയും പറയുന്ന കാര്യമാണ് ആരുടെ കാര്യമാണ്? പെട്രോളിയം പ്രൊഡക്ട്സിനാണ്. ഇപ്പോ ഞാൻ ശ്രദ്ധിക്കേണ്ട പോയിന്റ് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ പെട്രോളിയം പ്രൊഡക്ട്സ് ആണ്, ഇനി ഇവിടെ പറയാണ് സോളാർ പ്രൊഡക്ട്സ് ഷുഡ് ബി യൂസ്ഡ് എഫിഷ്യൻലി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആയിരുന്നു വിചാരിക്കേ. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് പറയണു വിത്ത് ഇൻക്രീസ് ഇൻ ദ കൺസംഷൻ ഓഫ് പെട്രോളിയം പ്രൊഡക്ട്സ് ഇറ്റ് ഈസ് ഫിയർഡ് ദാറ്റ് പെട്രോൾ വിൽ ബി എ റെയർ കമോഡിറ്റി ഇൻ നിയർ ഫ്യൂച്ചർ. കൺക്ലൂഷനിൽ പറയാണ് സോളാർ പ്രൊഡക്ട്സ് ഷുഡ് ബി യൂസ്ഡ് എഫിഷ്യൻലി. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് മാർക്ക് ചെയ്യാം? അത് ഫോളോ ചെയ്യില്ല എന്ന് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേറെ ചിന്തിക്കാനേ പോകേണ്ട കാര്യമില്ല. കാരണം ഇവിടെ പറയുന്നത് പെട്രോളിയം പ്രൊഡക്ട്സും ഇവിടെ തന്നിരിക്കുന്ന കൺക്ലൂഷൻസ് ആരുടെ പറ്റിയാ? സോളാറിനെ പറ്റി നമുക്ക് അറിയേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. സ്റ്റേറ്റ്മെന്റ് പറയാത്ത ഒരാളെ പറ്റി നമുക്ക് ചിന്തിക്കേ വേണ്ട. അങ്ങനെയാണെങ്കിൽ തെറ്റുമായിരുന്നു. പക്ഷെ ഈ ഒരു കേസ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ പറഞ്ഞിരുന്ന കാര്യം പെട്രോൾ പ്രൊഡക്ട്സ് ഷുഡ് ബി യൂസ്ഡ് എഫിഷ്യൻലി എന്ന് പറയുന്നത്, എടാ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരികയാണെങ്കിൽ നമ്മൾ ഇത് എന്താ അസ്യൂം ചെയ്തെടുക്കണം? അസ്യൂം അല്ല, നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താ? ഓൾറെഡി പെട്രോളിയം പ്രൊഡക്ട്സ് എന്താണ്? തീരാറായി. സോ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഇവനെ വേണമെങ്കിൽ ഒരു അഡ്വൈസ് ആക്കി എടുത്തൂടെ? മനസ്സിലായോ? ഒരു അഡ്വൈസ് ആക്കി എടുത്തൂടെ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അഡ്വൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന അഡ്വൈസസ് ഒക്കെ ഫോളോ ചെയ്യും. കൺക്ലൂഷന്റെ കേസിൽ ഫോളോ ചെയ്യും. ഓക്കെ, സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അഡ്വൈസസ് ഒക്കെ എന്ത് ചെയ്യും? ഫോളോ ചെയ്യും. ഓക്കെ ആണോ? സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോളോ ചെയ്യുന്നതാണ് കൺക്ലൂഷൻ 1. ഈ ഒരു കൺക്ലൂഷൻ ആണെങ്കിൽ ഇത് ഫോളോ ചെയ്യും. അതിന് കാരണം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും മനസ്സിലായി? കാരണം തന്നിരിക്കുന്ന കാര്യം പെട്രോളിയം പ്രൊഡക്ട്സിന്റെ തന്നെയാണ്. സോ ഷുഡ് ബി യൂസ്ഡ് എഫിഷ്യൻലി എന്ന് പറയുന്നത് അത് ഒരു കണക്കിൽ എന്താണ്? അത് നമുക്കുള്ള അഡ്വൈസ് ആണ്, നമ്മളോടുള്ള ഒരു ഉപദേശമാണ്. സോ ഉപദേശം സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു ഉപദേശം നമുക്ക് കണക്കിലാക്കാം. നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് ഫോളോ ചെയ്യുന്നതായിട്ട് പറയാൻ പറ്റും. സോ ദിസ് കൺക്ലൂഷൻ ഫോളോസ്. ഓക്കെ ആണോ? സോ രണ്ടാമത്തെ ചോദ്യം ഒരു പോയിന്റ് പഠിച്ചോ? റിപ്ലൈ പറയണം, ജസ്റ്റ് ഇപ്പൊ കമന്റ് ചെയ്തേ. ക്ലിയർ ആണോടാ? പോയിന്റ് ക്ലിയർ ആണോ? മനസ്സിലായോ? ക്ലിയർ? എല്ലാവർക്കും ഓക്കെ ആണോ? സോ ഓരോ ചോദ്യത്തിനും ഞാൻ ഓരോരോ പോയിന്റ്സ് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ ചോദ്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ കുറച്ച് നല്ല നല്ല ചോദ്യങ്ങൾ ചെയ്തു. ഇനി ചിലപ്പം വേറൊരു ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റാം. അപ്പൊ ഇതാണ് ഈ ഒരു ടോപ്പിക്കിന്റെ പ്രശ്നം. ഇപ്പോ SSC മെയിൻസിനൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു 1-2 ടോപ്പിക്സ് ആണ് ഏറ്റവും പ്രശ്നമായിട്ട് മാറുക. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് തെറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള ടോപ്പിക് ഇതാണ്. അപ്പൊ ഇവിടെ കുറച്ച് നല്ല നല്ല ലോജിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സീരീസ് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്ത്. സോ കൃത്യമായിട്ട് തന്നെ എല്ലാ ചോദ്യവും പറയുന്ന കണ്ടന്റ് അതുപോലെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഓൺലി 1 ഫോളോസ്. ദിസ് കൺക്ലൂഷൻ വിൽ ഫോളോസ്. ഓക്കെ അല്ലേ? അടുത്ത പറയാണ് ഹൈ IQ is inevitable to a scientist. അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്, ശ്രദ്ധിക്കും. ഓക്കെ, നോക്കണം. ഹൈ IQ is inevitable to a scientist. അപ്പം പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഒരു സയന്റിസ്റ്റ് ആവാൻ എന്താവശ്യമാണ്? ഹൈ IQ ആവശ്യമാണെന്നല്ല, ഇന്നവിറ്റബിൾ ആണ്, അത്യന്താപേക്ഷിതമാണ്, ആവശ്യമാണല്ലോ. അപ്പം വളരെ ആവശ്യമാണ് ഒരു സയന്റിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഹൈ IQ എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കൺക്ലൂഷൻ പറയുന്ന കാര്യം എന്താ? ആദ്യത്തെ കൺക്ലൂഷൻ പറയുന്നത് ദ ആവറേജ് സ്റ്റുഡന്റ് ഷുഡ് നോട്ട് ആസ്പയർ ടു ബി എ സയന്റിസ്റ്റ്. അപ്പം ഒരു ആവറേജ് സ്റ്റുഡന്റ് ഒരിക്കലും ഒരു സയന്റിസ്റ്റ് ആവാൻ ആസ്പയർ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ പറയുന്നത് ഓൾ ഹൈലി ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ബിക്കം സയന്റിസ്റ്റ്. ഇത് നിങ്ങൾ എന്താണ് ചൂസ് ചെയ്യാം? ഇപ്പൊ ഞാനൊരു 2 ചോദ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ 5 നമ്പർ നോക്കണ്ട. ഈ ഒരു ചോദ്യത്തിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ഇതിന്റെ ഉത്തരം എന്താ മാർക്ക് ചെയ്യാം? എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ എന്റെ സൊല്യൂഷൻ പറയാം. ഓക്കെ, സോ ജൂഹി നൺ പറയുന്നുണ്ട്, ഒന്നും ഫോളോ ചെയ്യുന്നില്ല, ഇതും ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, പറ നൺ. എല്ലാവരും എന്താ പറയുന്നത്? നൺ. കൺക്ലൂഷൻ 1 ഫോളോസ് ആരതി പറയുന്നുണ്ട്. ഓക്കെ,
കൺക്ലൂഷൻ 1. ഓൺലി 1 പറയുന്നുണ്ട് ആവണി, വെരി ഗുഡ്. ആരോഗ്യ നൈദർ പറയുന്നുണ്ട്. ഇതിൽ ഏതാ ഉത്തരം എന്നുള്ള കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതിൽ ഏതോ ആവാം, നൈദർ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഓൺലി 1 ഫോളോസ് ആവാം. കൺക്ലൂഷൻ 1 ഫോളോസ്, നൈദർ, നൺ. ഓക്കെ, പറ. സോ തന്നിരിക്കുന്നത് ടോപ്പിക് എന്താണ്? സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ. ടോപ്പിക് എന്താണ്? കൺക്ലൂഷൻ. നൺ ഒരുപാട് പേര് പറയുന്നുണ്ട്. അതിൽ കുറച്ച് പേര് എന്ത് പറയുന്നുണ്ട്? കൺക്ലൂഷൻ 1 ഫോളോസ് എന്നുള്ളതും പറയുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കും. അപ്പൊ നിങ്ങളോട് പറയാനുള്ള പോയിന്റ് എന്ന് വെച്ചാൽ ഹൈ ഐക്യു ഇസ് ഇന്നവിറ്റബിൾ ടു എ സയന്റിസ്റ്റ്. ഒരു സയന്റിസ്റ്റ് ആവാൻ ഹൈ ഐക്യു വേണം. ഞാൻ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആദ്യം വായിക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ല, കൺക്ലൂഷൻ. രണ്ടാമത്തെ കൺക്ലൂഷൻ പറയുന്നത് ഓൾ ഹൈലി ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ബിക്കം സയന്റിസ്റ്റ്. ഓൾ ഹൈലി ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ബിക്കം സയന്റിസ്റ്റ്. അപ്പൊ നിങ്ങൾ പറയേണ്ട ഇത്രയേ ഉള്ളൂടാ. എടാ, ഓൾ എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ജനറലൈസേഷൻ അല്ലേ? എടാ, എല്ലാ ഗിഫ്റ്റഡ് സ്റ്റുഡൻസും സയന്റിസ്റ്റ് ആവണം എന്താണ് നിർബന്ധം? ഈ ഒരു ചോദ്യത്തിൽ എവിടെയെങ്കിലും ആ എല്ലാ ആൾക്കാരെ പറ്റി പറയുന്നുണ്ടോ? ആ ഓൾ സ്റ്റുഡൻസിനെ പറ്റി എവിടെയെങ്കിലും പറയുന്നുണ്ടോ? നമുക്ക് എന്താ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്? ഹൈ ഐക്യു ഇസ് ഇന്നവിറ്റബിൾ ടു എ സയന്റിസ്റ്റ്. അപ്പൊ ആ ഒരു കേസിൽ എവിടെയെങ്കിലും ഓൾ ഹൈലി സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഈ ഒരു ബാക്കിയുള്ള സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഈ ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ പറ്റി എവിടെയും പറയാത്തതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോളോ ചെയ്യില്ലല്ലോ. സോ ഈ സ്റ്റേറ്റ്മെന്റ് അല്ല, ഈ ഒരു കൺക്ലൂഷൻ എന്തായാലും ഫോളോ ചെയ്യില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോളോ ചെയ്യുന്നില്ല. ഇനി ആദ്യത്തെ കൺക്ലൂഷനിലേക്ക് വാ. അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ്, ദ ആവറേജ് സ്റ്റുഡന്റ് ഷുഡ് നോട്ട് ആസ്പയർ ടു എ സയന്റിസ്റ്റ്. സോ നമ്മൾ മോറലി ചിന്തിച്ചാലോ എത്തിക്കലി ചിന്തിച്ചാലോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഫോളോ ചെയ്യുന്നില്ല എന്ന് തോന്നും. കാരണം ആവറേജ് സ്റ്റുഡൻസ് എന്താ സയന്റിസ്റ്റ് ആയിക്കോട്ടെ, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ പോരെ, ഇവരൊക്കെ ഫോളോ ചെയ്യുന്ന പോലെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ സിമ്പതി എന്ന് വരുന്നതാണ്. അത് നമ്മുടെ ഇമോഷണൽ കോഷ്യന്റ് എന്ന് വരുന്ന മറുപടിയാണത്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ടോപ്പിക്കിന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞു തന്ന മനസ്സിലായോ? ഈ ഒരു ഐഡിയ കൺവേ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്, ഈ ഒരു കൺക്ലൂഷനും ഫോളോ ചെയ്യുന്നില്ല, നൈദറിലേക്ക് പോകും. ഞാൻ പറഞ്ഞു വന്നത് ഇനി അങ്ങോട്ടേക്ക് മാറി ചിന്തിക്കും. ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ആണ്. സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റിക്ക് ഓൺ ടു സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ എന്താ? എടാ, ഒരു സയന്റിസ്റ്റ് ആവാൻ ഹൈ ഐക്യു നിർബന്ധമാണ്. എടാ, ഈ ഒരു ആവറേജ് സ്റ്റുഡന്റ് ഹൈ ഐക്യു ഉണ്ടാവോ? എടാ, ഹൈ ഐക്യു ഉണ്ടെങ്കിൽ ഈ സ്റ്റുഡന്റ് ഞാൻ ആവറേജ് സ്റ്റുഡന്റ് എന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ? ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണോ? അങ്ങനെയുള്ള ഒരാളോട് ഷുഡ് നോട്ട് ആസ്പെക്ട് ടു ബി എ സയന്റിസ്റ്റ് എന്ന് പറയുന്നത് അത് ഏകദേശം ഒരു അഡ്വൈസ് ആയി മാറൂലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വൈസ് അല്ലേ കൺക്ലൂഷൻ 1 പറയുന്നത്? ദ ആവറേജ് സ്റ്റുഡന്റ് ഷുഡ് നോട്ട് ആസ്പെക്ട് ടു എ സയന്റിസ്റ്റ്. അതിന് കാരണം എന്താ? സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? ഒരു സയന്റിസ്റ്റ് അവൻ ഹൈ ഐക്യു വേണം. ഇവൻ ഹൈ ഐക്യു ഉണ്ടോ? ഇവന് ഹൈ ഐക്യു ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു സിമ്പതിയും ഒരു എമ്പതിയും ഒരു ഇമോഷണൽ ക്വസ്റ്റ്യന്റെ സഹായത്തോടെ അല്ലാണ്ട് നോർമലി സ്റ്റേറ്റ്മെന്റ് സ്റ്റിക്ക് ഓൺ ചെയ്ത് ആലോചിച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് അല്ലെ കൺക്ലൂഷൻ 1 എന്ന് പറയുന്നത് എന്താണ്? ഫോളോ ചെയ്യും. പോയിന്റ് ഓക്കെ ആണോ? സോ ഈ ഇമോഷണൽ ക്വസ്റ്റ്യന്റിന്റെ സഹായം ഇല്ലാതെ വേണം നിങ്ങൾ ഉത്തരം പറയാൻ. ഓക്കെ, ക്ലിയർ? സോ 1 ഫോളോ ചെയ്യില്ല, നൈദർ ആണ് ഉത്തരം എന്ന് പറഞ്ഞവർക്ക് സംഭവം പിടികിട്ടിയോ? കുറച്ചെങ്കിലും പുതിയ കാര്യങ്ങൾ കത്തി തുടങ്ങിയോ? ഇതാണ് ഈ ഒരു ടോപ്പിക്കിന്റെ കുഴപ്പം എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ചിന്തിച്ച് ഉത്തരം തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴേ നിങ്ങൾ മൈൻഡിൽ വെച്ചോ, നിങ്ങൾ അത് അസ്യൂം ചെയ്യുകയാണ്. നിങ്ങൾ കൺക്ലൂഷനിലല്ല, നിങ്ങൾ സ്റ്റേറ്റ്മെന്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുകയല്ല, നിങ്ങൾ ചിന്തിച്ചു കൂട്ടുകയാണ്. ചിന്തിച്ചു കൂട്ടി കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ അല്ല, സ്റ്റേറ്റ്മെന്റ് അസംപ്ഷൻ ആണ്. അത് അപ്പുറത്തെ ഭാഗത്താണ് പഠിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ? എല്ലാവർക്കും ഓക്കെ ആണോ? പോയിന്റ് പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടോടാ? ക്ലിയർ? ഓക്കെ അല്ലേ? സോ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് എന്താടാ വരിക? ഈ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് ഓൺലി 1 ഫോളോസ്. ഓക്കെ അല്ലേടാ? എല്ലാവർക്കും സെറ്റ് ആണല്ലോ അല്ലെ? ഓൺലി 1 ഫോളോസ്. ക്ലിയർ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അടുത്ത ദിവസം നോക്ക്. ഇൻ ഡെസേർട്സ് ക്യാമൽസ് ആർ ഇൻഡിസ്പെൻസിബിൾ ഫോർ പീപ്പിൾ. നിങ്ങൾ ഉത്തരം പറ, എന്നിട്ട് ഞാൻ പറയാം. പറ. In deserts, camels are indispensable for people to travel from one place to another. Camels are the only cheapest mode of transportation available in desert. There are plenty of camels in desert. എന്താണ് ഉത്തരം പറയാം? എന്ത് ഉത്തരത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത്? പറ. നൈദർ പറയുന്നുണ്ട്. ഓക്കെ, ആസ്പിരന്റ് നൈദർ. അടുത്ത ആൾക്കാർ പറ, എന്തൊക്കെ ഉത്തരം വരും? The word cheapest is confusing. Okay, none, neither. എല്ലാവരും none, neither ആണ് അല്ലെ?
ചീപ്പസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെലവ് കുറഞ്ഞ അത്രേ ഉള്ളൂ. ചീപ്പസ്റ്റ് എന്ന് വെച്ചാൽ ചീപ്പായിട്ടുള്ള എന്നല്ല, വളരെ ചെലവ് കുറഞ്ഞൊരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. സാറിന് ഇത് ഓക്കെ, നോക്ക് ശ്രദ്ധിക്കും. സോ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഡെസേർട്ടില്, മരുഭൂമിയില് എന്താ പറയുന്നത്, ക്യാമൽസ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു ട്രാൻസ്പോർട്ടേഷനിലേക്ക്, വേറൊരു പ്ലേസ് നിന്ന് വേറൊരു പ്ലേസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പീപ്പിൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിസ്പെൻസിബിൾ ടൂൾ ആയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ക്യാമൽസ് യൂസ് ചെയ്യുന്നത്. അതാണ് എന്ത് പറയുന്നത്, കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത്. ഓക്കെ അല്ലെ? കൺക്ലൂഷനിലേക്ക് വരുന്ന സമയത്ത് പറയുകയാണ് ക്യാമൽസ് ആർ ദ ഓൺലി ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ഇൻ ഡെസേർട്ട്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ 1 വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, ശരിയാണല്ലോ, ഈ മരുഭൂമിയിൽ എന്ന് പറയുന്നത്, മരുഭൂമിയിൽ കൂടുതലുള്ളത് ആരാണ്, ഒട്ടകങ്ങളാണ് അല്ലെ? ഒട്ടകമാണ് അവിടെ എന്തായിട്ട് ഉപയോഗിക്കുന്നത്, അവിടെ ട്രാൻസ്പോർട്ടേഷന്, അവന്മാര് സഞ്ചാരത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ശരിയല്ലേ? സോ ശരിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഓൺലി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു ടൂള് പറഞ്ഞുതരാം. ഈ കൺക്ലൂഷന്റെ കേസിൽ ഈ എവിടെയെങ്കിലും ഓൺലി വേർഡ് കണ്ടു കഴിഞ്ഞാൽ 100% എല്ലാ കേസിലും തെറ്റാണെന്നല്ല പറയുന്നത്. മീനിങ് അല്ല കൺഫ്യൂസിങ്. ഐ വാസ് തിങ്കിങ് why did they add that word in that conclusion? സോ അത് ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാരെ മൈൻഡ് അല്ലേ, നമ്മൾ അതിനെ പറ്റി ഓവറായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കൺക്ലൂഷൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളതല്ലേ ജൂഹി ചെയ്യേണ്ടത്. ശ്രദ്ധിക്കും. അപ്പൊ ഓൺലി എന്ന് പറയുന്ന ഈ ഒരു വേർഡ് മെജോറിറ്റി ഒരു 90% ക്വസ്റ്റ്യൻസിൽ വീക്കൻ ആണ് ചെയ്യുക. ഓക്കെ, ഒരു കൺക്ലൂഷൻ എന്ത് ചെയ്യും, വീക്കൻ ചെയ്യും. അപ്പം ഇവിടെ ലോജിക്കലി ആലോചിച്ച് കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യും, അത് തെറ്റായിട്ടേ മാർക്ക് ചെയ്യും. അതിന് കാരണം എന്ന് പറയുന്നത് ക്യാമൽസ് എന്തില്ല, ഒരു ട്രാൻസ്പോർട്ടേഷന് ഓൺലി മോഡല്ല, വേറെയും കുറെ മാർഗങ്ങൾ ഉണ്ടായേക്കാം, അത് നമ്മൾ ചിന്തിക്കുകയാണ്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞ പോയിന്റ്, ഓൺലി എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ടെങ്കിൽ, കൺക്ലൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കുറച്ചും കൂടെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യാം, അത് വീക്കൻ ചെയ്യാനുള്ള സാധ്യത ഇല്ലേ നോക്കിയിട്ട് നോക്കുക. ഓക്കെ, സോ ക്യാമൽസ് ആർ ദ ഓൺലി ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ഇൻ ഡെസേർട്ട്. സോ ഓൺലി എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, ഓൺലി എന്ന് പറഞ്ഞത് തെറ്റാണ്, ഓൺലി അല്ല. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു കൺക്ലൂഷൻ ഫോളോ ചെയ്യില്ല. രണ്ടാമത്തേലേക്ക് നോക്ക്. there are plenty of camels in desert. എവിടെയാടാ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, അവിടെ വേറെ ഒരുപാട് അല്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. there are plenty of camels in desert. നമ്മുടെ GK വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അല്ലെങ്കിൽ ഈ ഒരു കൺക്ലൂഷൻ ശരിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ക്ലാസ് ഒന്നും ഒരു രീതിയിലും ഈ ഒരു കൺക്ലൂഷൻ ക്ലാസ് കണ്ടിട്ടില്ല, അതിന്റെ ഒരു തിയറി അറിയില്ലെങ്കിൽ ഒരാൾ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ ഈ ഒരു കൺക്ലൂഷൻ ശരിയാണ്. കാരണം there are plenty of camels in desert ശരിയാണ്. ഉറപ്പായിട്ടും ഡെസേർട്ടിലാണല്ലോ ക്യാമൽസ് കാണുന്നത്, കാരണം ഡെസേർട്ടിൽ ഒരുപാട് ഒട്ടകങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു കൺക്ലൂഷൻ ഫോളോ ചെയ്യാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. സ്റ്റേറ്റ്മെന്റിൽ ആ ഒരു കൺക്ലൂഷൻ കണക്ട് ചെയ്തിട്ട് ഒരു പോയിന്റും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു കൺക്ലൂഷൻ ഫോളോ ചെയ്യില്ല, ഇതും ഫോളോ ചെയ്യില്ല. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് neither follows. എന്താടാ പറയുന്നത്, neither follows. ഓക്കെ ആണോടാ? എല്ലാവർക്കും മനസ്സിലായോ? വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇവിടുന്ന് രണ്ട് കാര്യമാണ് പറഞ്ഞത്, ഓവർ തിങ്ക് ചെയ്യാനും പാടില്ല, അതേപോലെ ഓൺലി വേർഡ്, ഈ ഒരു വേർഡിനെ പ്രത്യേകം നിങ്ങൾ മൈൻഡിൽ വെച്ചോ. ഓൺലി വേർഡ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തെറ്റായിട്ട് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ ആണോ ജൂഹി? എല്ലാവർക്കും ഓക്കെ ആണോ? ആവണി, ആരതി, ജ്യോതിസ്, വൈശാഖ്, കൃഷ്ണ ഓക്കെ ആണോ? എല്ലാവർക്കും റെഡി ആണോ? ക്ലിയർ? സോ ഓരോ ചോദ്യത്തിനും ഓരോ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, അത് കൃത്യമായിട്ട് മൈൻഡിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് എത്തുക. സെറ്റ് അല്ലേ? ഓക്കെ, ഓൺലി പ്ലസ് ചീപ്പസ്റ്റ് ഗ്രാമാറ്റിക്കൽ ഏറി, ഓൺലി പ്ലസ് ചീപ്പസ്റ്റ്. അങ്ങനെ എടാ, അത് ഇംഗ്ലീഷ് ഗ്രാമറിൽ ചിലപ്പോൾ തെറ്റായിരിക്കും. ക്യാമൽസ് ആർ ദ ഓൺലി ചീപ്പസ്റ്റ് മോഡ്. ഓക്കെ, ഇവിടെ എന്താണ്, നമ്മൾ ഈ റീസണിംഗിലേക്ക് വരുന്ന സമയത്ത് ഗ്രാമർ നോക്കിയാൽ ശരിയാവില്ലല്ലോ. ഓക്കെ, നോക്ക്. റെഡി? അടുത്തത് എന്തെങ്കിലും ഉത്തരം പറ. ശരി,
ഓക്കെ, എന്താണ് പറയുന്നത്? കൺക്ലൂഷൻ 1 നോൺ എന്ന് കൊടുത്തേക്കുന്ന ആർക്കറിയാം എന്നാണ്. നോൺ എന്ന് കൊടുത്തേക്കുന്ന ആർക്കറിയാം എന്നാണ്. 1 ഫോളോസ് 1 ഫോളോസ് 1 ഫോളോസ്. ഓക്കെ ഓക്കെ, നോക്ക്. അപ്പൊ കുറച്ച് പേർക്ക് എന്തൊക്കെയോ കത്തുന്നുണ്ട്, കുറച്ച് പേർക്ക് ഉത്തരത്തിലേക്ക് എത്തുന്നുണ്ടോ നോക്കാം. പറഞ്ഞു തരുമ്പോ ക്ലിയർ ആവും. നോക്ക് ശ്രദ്ധി. സോ സ്റ്റേറ്റ്മെന്റ് പറയാണ് ഓഫ് ഓൾ ദ ടെലിവിഷൻ സെറ്റ്സ് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ടെലിവിഷൻ കമ്പനികളിലും ദ സോളാർ ബ്രാൻഡ് ഹാസ് ദ ലാർജസ്റ്റ് സെയിൽ. അപ്പോൾ ഒരു ഇന്ത്യയിലാണെങ്കിൽ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ടാവും. ഇപ്പോൾ ടി വി ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്, പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുന്ന ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. അതിൽ തന്നെ സോളാർ ബ്രാൻഡിനാണ് ലാർജസ്റ്റ് സെയിൽ. പറഞ്ഞിരുന്ന കാര്യം ലാർജസ്റ്റ് സെയിൽ, ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ളത്. സെയിൽ ഉള്ളത് ആർക്കാണുള്ളത്? സോളാറിനാണ്. ഞാൻ ഇവിടെ എഴുതാം സെയിൽ ഉള്ളത്. സെയിൽ ഏറ്റവും കൂടുതലുള്ള ബ്രാൻഡ് ആരാടാ? സോളാർ ആണ്. ഓക്കെ, സോളാർ. ഇനി കൺക്ലൂഷൻ നമ്പർ 1 വായിക്കുകയാണ്. ദ വോളിയം ഓഫ് സെയിൽസ് ഓഫ് ഓൾ ദ ബ്രാൻഡ്സ് ഓഫ് ടെലിവിഷൻ സെറ്റ്സ് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ ഇസ് നോൺ. അപ്പൊ കൺക്ലൂഷൻ 1 ഫോളോ ചെയ്യോ ചെയ്യില്ലേ എന്നുള്ളത് കൺഫ്യൂഷൻ ആയ ആൾക്കാരോട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കടാ. The volume of sales of all the brands of television sets manufactured in India is known. അപ്പൊ അതിന്റെ മീനിങ് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ബ്രാൻഡ്സിന്റെയും എന്തറിയാം, അവർ ഉൽപ്പാദിപ്പിക്കുന്ന ടിവിയുടെ വോളിയംസ് അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ടിവിസ് ആണ് ഓരോ കമ്പനിയും ഉൽപ്പാദിപ്പിക്കുന്നത്, ഇന്ത്യയിൽ ഉൽപ്പാദിക്കുന്നത് എന്നുള്ളതിന്റെ തോത് അറിയുന്നല്ലേ ഈ സ്റ്റേറ്റ് കൺക്ലൂഷൻ 1 പറയുന്നത്. എടാ അങ്ങനെ എല്ലാ ബ്രാൻഡിനെ അറിഞ്ഞാൽ മാത്രമല്ലേ സോളാർ ബ്രാൻഡ് ആണ് ഏറ്റവും ലാർജസ്റ്റ് സെയിൽ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? പോയിന്റ് ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണോ? ഓഫ് ഓൾ ദ ടെലിവിഷൻ സെറ്റ്സ് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ ദ സോളാർ ബ്രാൻഡ് ഹാസ് ദ ലാർജസ്റ്റ് സെയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യം ദ വോളിയം ഓഫ് സെയിൽസ് ഓഫ് ഓൾ ദ ബ്രാൻഡ്സ് ഓഫ് ടെലിവിഷൻ സെറ്റ്സ് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ ഇസ് നോൺ. അപ്പൊ നോക്ക് ശ്രദ്ധിക്കും. അപ്പം ഒന്നാമത്തെ പോയിന്റ്, സോ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. ദ വോളിയം ഓഫ് സെയിൽസ് ഓഫ് ഓൾ ദ ബ്രാൻഡ്സ് ഓഫ് ടെലിവിഷൻ സെറ്റ് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ ഇസ് നോൺ. അപ്പം ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ടെലിവിഷൻ ബ്രാൻഡിന്റെ സെയിൽ അവരുടെ കൃത്യമായിട്ട് പ്രൊഡക്ഷൻ അല്ല അറിയുന്നത്, അതിന്റെ വിൽപ്പനയുടെ തോത്. സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? അവർ എത്രത്തോളം വിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തോത് അറിയുന്നല്ല ഇതിന്റെ മീനിങ്. സോ സ്റ്റേറ്റ്മെന്റ് 1 കൃത്യമായിട്ട് കൺക്ലൂഷൻ 1 കൃത്യമായിട്ട് ഫോളോ ചെയ്യും. കാരണം ഇങ്ങനെ എല്ലാ ബ്രാൻഡിന്റെയും സെയിൽസ് അറിയെങ്കിൽ മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ? സോളാർ ബ്രാൻഡിനാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ളതെന്ന് അറിയാൻ പറ്റുള്ളൂ. സോ കൺക്ലൂഷൻ 1 എന്തായാലും ഫോളോ ചെയ്യും. ഇനി രണ്ടാമത്തേലേക്ക് വാ. The production of no other television set in India is as large as that of solar. അപ്പം ഇതും സാർ മനസ്സിലായില്ല ആരതിന്ന് ഞാൻ പറഞ്ഞ പോയിന്റ്. സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞത്? സോളാർ ബ്രാൻഡിനാണ് ലാർജസ്റ്റ് സെയിൽ ഉള്ളത്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ളത് സോളാർ ബ്രാൻഡിനാണ്. എടോ ഏറ്റവും കൂടുതൽ വിൽപ്പന ഉള്ളതെന്ന് അറിയണമെങ്കിൽ ബാക്കി സോളാറിന്റെ താഴെയുള്ള എല്ലാ ബ്രാൻഡിന്റെയും വിൽപ്പന നമുക്ക് അറിയണ്ടേ? അതല്ലേടാ കൺക്ലൂഷൻ 1 പറയുന്നത്. The volume of sales of all the brands of television sets manufactured in India is known. ആരതിക്ക് മനസ്സിലായോ? ഇതാണ് ഇതിലെ പോയിന്റ്. സോളാർ ബ്രാൻഡിനാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് ഉണ്ട് നമുക്ക് പറയണമെങ്കിൽ സോളാറിന്റെ താഴെയുള്ള ബാക്കി എല്ലാ ബ്രാൻഡിന്റെയും സെയിൽസ് നമുക്ക് അറിയണം. ഒരു ബ്രാൻഡ് അവിടെ നമുക്ക് അറിയില്ല. നമുക്ക് ഈ ഒരു എക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡ്, ഈ ഒരു ബ്രാൻഡിന്റെ സെയിൽസ് അറിയാത്തിടത്തോളം കാലം ഈ സോളാർ ബ്രാൻഡിനാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് നമുക്ക് പറയാൻ പറ്റുമോ? ആരതി അത് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ ഇന്ത്യയിലെ എല്ലാ ബ്രാൻഡിന്റെയും സെയിൽസ് അറിയെങ്കിൽ മാത്രമേ എനിക്ക് സോളാർ ബ്രാൻഡിനാണ് ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കൺക്ലൂഷൻ 1 ഫോളോ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തേലേക്ക് വാ. ദ പ്രൊഡക്ഷൻ ഓഫ് നോ അതർ ടെലിവിഷൻ സെറ്റ് ഇൻ ഇന്ത്യ ലാർജസ്റ്റ് ദാറ്റ് ഓഫ് സോളാർ. അപ്പം കുറച്ചും കൂടെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു കൺക്ലൂഷൻ ശരിയാന്ന് പറയാൻ പറ്റും. പക്ഷെ ശരിയല്ല, തെറ്റാണെന്ന് പറയാനുള്ള പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യം എന്താ? ഓഫ് ഓൾ ദ ടെലിവിഷൻ സെറ്റ് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ ദ സോളാർ ബ്രാൻഡ് ഹാസ് ദ ലാർജസ്റ്റ് സെയിൽ. ഇവിടെ പറഞ്ഞ പോയിന്റ് ആരെ പറ്റിയാണ്? സെയിൽസിനെ പറ്റിയാണ്. കൺക്ലൂഷൻ 2 പറഞ്ഞ കാര്യം ആരെ പറ്റിയാടാ? പ്രൊഡക്ഷനെ പറ്റിയാണ്. സെയിൽസിനെ പറ്റി സ്റ്റേറ്റ്മെന്റ് പറയുന്നു, കൺക്ലൂഷനിൽ പ്രൊഡക്ഷനെ പറ്റി പറയാം. നമുക്ക് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുക? നമുക്ക് വേണമെങ്കിൽ ചിന്തിച്ചു കൂട്ടാം. പ്രൊഡക്ഷൻ ഇവരിന് സെയിൽസ് കൂടാൻ കാരണം ഇവർ കൂടുതൽ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ടാണെന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. ആ ചിന്തിക്കാന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്? അത് അസംഷൻ ആണ്. പക്ഷെ കൺക്ലൂഷനിൽ പറയാൻ പറ്റില്ല. ഓക്കെ ആണ്. ബട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ടു ലാർജസ്റ്റ് സെയിൽ എന്ന്. ലാർജസ്റ്റ് സെയിൽ ആയിക്കോട്ടെ, ലാർജസ്റ്റ് സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും പ്രൊഡക്ഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ സോളാറിനാണ് സെയിൽ ഉണ്ടെങ്കിൽ അവിടെ പ്രൊഡക്ഷനും കൂടണമെന്നോ എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഇപ്പൊ വേറെ ഏതെങ്കിലും കമ്പനിയുടെ പ്രൊഡക്ഷൻ ഭയങ്കര ഹൈ ആയിരിക്കും, പക്ഷെ അവർക്ക് സെയിൽസ് നടന്നിട്ടില്ലെങ്കിലോ? അങ്ങനെ വന്നൂടെ? മനസ്സിലായോ? പക്ഷെ അതാണ് ഇങ്ങനെ വരുന്നുണ്ടോ വരുന്നില്ലെന്നൊക്കെ. പക്ഷെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കിയാൽ മതി. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് അസംഷനാണ്. പക്ഷെ ചിന്തിക്കേണ്ട പോയിന്റ് എന്താണ്? സ്റ്റേറ്റ്മെന്റിൽ പ്രൊഡക്ഷനെ പറ്റി യാതൊരു കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കൺക്ലൂഷനിൽ എന്തെടുക്കണ്ട? പ്രൊഡക്ഷനെ പറ്റി പറഞ്ഞ ഈ കൺക്ലൂഷൻ ഫോളോ ചെയ്തായിട്ട് എടുക്കണ്ട. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓൺലി 1 ഫോളോസ് ആണ്. ഓക്കെ ആണോടാ? എല്ലാവർക്കും ഈ ചോദ്യം ഓക്കെ ആണോ? പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആണോ?
ലാർജസ്റ്റ് സെയിൽ എന്ന് പറയണമെങ്കിൽ ബാക്കിയുള്ള ബ്രാൻഡ്സ് ആയിട്ട് കമ്പയർ ചെയ്യൂലേ, അതാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, ഓക്കെ ആണ്. പ്രൊഡക്ഷനും സെയിൽസും കൂടി കൺഫ്യൂഷൻ ആയി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ഒരു ചോദ്യം ഒക്കെയാണ്. ഇറ്റ്സ് ഹാർഡ് ടു ആൻസർ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫോർ ഓവർ തിങ്കേഴ്സ്. ഉറപ്പായിട്ടും അതെ. അതുകൊണ്ടാണല്ലോ ഈ ടോപ്പിക് എല്ലാവർക്കും പ്രശ്നമാവുന്നതും ഈ എല്ലാവർക്കും നെഗറ്റീവ് അടിക്കുന്നതും. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ചോദ്യം ഇപ്പൊ ഈ ഒരു ടോപ്പിക് കഴിഞ്ഞ് ഇപ്പൊ 10 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇനിയുള്ള 11 ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഈ പറഞ്ഞ ഞാൻ ഈ ക്ലാസ് എടുത്തിട്ട് ഞാൻ എടുത്താലും അത് എനിക്കും തെറ്റും. അതാണ് നമ്മൾ ചിന്തിക്കുന്നതിന്റെ വഴികളുള്ള ഒരു പ്രശ്നമാണ്. എല്ലാ കേസിലും ഓക്കെ ആവില്ല. പക്ഷെ കൺക്ലൂഷൻ കുറച്ചും കൂടി കുറച്ചും കൂടെ നമുക്കൊരു ഫൈനൈറ്റ് ആക്കി എടുക്കാൻ പറ്റും. കാരണം സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നുള്ള കാര്യം മനസ്സിലാക്കി എടുത്താൽ മതി. ആരതി ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ശരത്, ജ്യോതിസ്, റോഷൻ, ജൂഹി, സന്ദീപ് ഓക്കെ ആണോ? ഈ ചോദ്യം എല്ലാവർക്കും ഓക്കെ ആണോ? അടുത്തതിലേക്ക് പോട്ടെ. കുറച്ച് കാര്യങ്ങൾ പറയേണ്ട കണ്ടന്റ് ഉള്ള ടോപ്പിക്കാണ് ഇത്. ഓക്കെ ആണോ? അതുകൊണ്ടാണ് നമ്മൾ നോർമലി നിങ്ങളിപ്പോ കേരളത്തിൽ തന്നെ ഇപ്പൊ യൂട്യൂബിൽ അടിച്ചു നോക്കുക, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ക്ലാസ്സസ് അടിച്ചു കഴിഞ്ഞാൽ വളരെ വിരളമായിട്ട് മാത്രമേ ഈ ടോപ്പിക് കാണാൻ പറ്റുള്ളൂ. മനസ്സിലായോ? കാരണം അത് എടുക്കുന്നതിന്റെ ഒരു പരിമിതി ഉണ്ട്. കാരണം ഈ ഒരു കണ്ടന്റ് ഇതേപോലെ പറയാന്ന് പറയുന്നത് അത്രത്തോളം ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മൾ ചിന്തിക്കുന്ന ഓരോ ആൾക്കാർ ചിന്തിക്കുന്ന വഴികൾ വളരെ വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ നോർമലി ചോദ്യങ്ങൾ സംടൈംസ് ഇത് ക്യാൻസൽ ആയിട്ടാണ്. ഇപ്പൊ SSCക്ക് തന്നെ മെയിൻസിന് കഴിഞ്ഞ വർഷമൊക്കെ ഇതുപോലത്തെ ടോപ്പിക്കിൽ വന്നത് ക്യാൻസൽ ആക്കുക ചെയ്തത്. കാരണം ചലഞ്ച് പോകും. കാരണം ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും ചിന്തിക്കുക. അതിന് എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് വേറൊരാൾ കൊടുക്കുകയാണെങ്കിൽ ആൻസർ കീ ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കുക. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അപ്പൊ കൃത്യമായിട്ട് തന്നെ സമയം എടുത്ത് ചിന്തിച്ച് ഉത്തരം ചെയ്യേണ്ട ടോപ്പിക്കാണ് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെന്റ് അസംഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. ഈ ചോദ്യങ്ങളൊക്കെ ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ ക്ലാസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ പോയി കണ്ടോ. ടു ഫോളോ ഓൺലി 2 ഫോളോസ് അല്ലെ? ബോത്ത് ഫോളോ പറയുന്നുണ്ട്. ഓക്കെ, ബോത്ത് ഫോളോസ്. ഉത്തരം പറഞ്ഞു. ഓക്കെ, 2 ഫോളോസ് അല്ലെ? ഓക്കെ, ശ്രദ്ധിക്കും. ഓൺലി ഗുഡ് ഡാൻസേഴ്സ് ആർ ഇൻവൈറ്റഡ് ഫോർ ദ കോമ്പറ്റീഷൻ. ഇവിടെ ഓൺലി എന്ന് പറഞ്ഞ വേർഡ് സ്റ്റേറ്റ്മെന്റിലാണ്. സോ പ്രശ്നമില്ല. ഓൺലി ഗുഡ് ഡാൻസേഴ്സ് ആർ ഇൻവൈറ്റഡ് ഫോർ ദ കോമ്പറ്റീഷൻ. സോ ഈ ഒരു കോമ്പറ്റീഷന് ഇൻവൈറ്റ് ചെയ്ത ആളുകൾ മൊത്തം ഗുഡ് ഡാൻസേഴ്സ് ആണ്. എല്ലാവരും വളരെ ഭംഗിയായിട്ട് ഡാൻസ് ചെയ്യുന്നവരാണ്. ഇനി പറയുന്നുണ്ട് നോ വൺ വിത്തൗട്ട് ഡാൻസിങ് ടെക്നിക്സ് ഈസ് എ ഗുഡ് ഡാൻസർ. സോ ഇനി ഇവിടെ പറഞ്ഞെന്താ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗുഡ് ഡാൻസറിന് എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ആ ക്രൈറ്റീരിയ ആണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. നോ വൺ വിത്തൗട്ട് ഡാൻസിങ് ടെക്നിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഒരു ഡാൻസിങ് ടെക്നിക്ക് ഇല്ലാത്ത ആളോട് ഒരിക്കലും ഒരു ഗുഡ് ഡാൻസർ അല്ല. അല്ലെങ്കിൽ നോ വൺ വിത്തൗട്ട് ഡാൻസിങ് ടെക്നിക് ഈസ് എ ഗുഡ് ഡാൻസർ. നോ വൺ വിത്തൗട്ട് ഡാൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ള പോയിന്റ്. ഡാൻസിങ് ടെക്നിക് ഉള്ള ആൾക്കാരാണ് ആര് ഗുഡ് ഡാൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 വായിക്കുകയാണ്. ഓൾ ഇൻവൈറ്റഡ് ഡാൻസേഴ്സ് ഇൻ ദ കോമ്പറ്റീഷൻ ഡാൻസ് വെൽ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഓൾ ഇൻവൈറ്റഡ്. എടാ ഇവിടെ നോക്കടാ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഓൾ എല്ലാ ഡാൻസേഴ്സും എന്താണ് മര്യാദയ്ക്ക് ഡാൻസ് കളിക്കോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നതാണോ? ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്ക്. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് ഓൺലി ഗുഡ് ഡാൻസേഴ്സ് ആർ ഇൻവൈറ്റ് വിത്ത് കോമ്പറ്റീഷൻ. അപ്പൊ കോമ്പറ്റീഷൻ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഗുഡ് ഡാൻസേഴ്സ് ആണ്. അത് മാത്രമല്ല ഗുഡ് ഡാൻസറിന് വേറൊരു വിശേഷണം കൂടെ ഉണ്ട്. എന്ത്? നോ വൺ വിത്തൗട്ട് എന്ന് വെച്ചാൽ അവർക്ക് എന്തുണ്ട്, ഡാൻസിങ് ടെക്നിക്സ് കൂടെ അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഈ ഇൻവൈറ്റ് ചെയ്ത ഡാൻസേഴ്സ് മൊത്തം വളരെ നന്നായിട്ട് ഡാൻസ് കളിക്കില്ലേ? ഓൾ ഇൻവൈറ്റഡ് ഡാൻസ് ഇൻ ദ കോമ്പറ്റീഷൻ ഡാൻസ് വെൽ. സോ ഉറപ്പായിട്ടും കളിക്കും. കാരണം എന്ന് പറയുന്നത് അങ്ങനത്തെ ആളുകൾ മാത്രമേ കോമ്പറ്റീഷൻ വിളിച്ചിട്ടുള്ളൂ. ശരിയല്ലേ? സോ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ഫോളോ ചെയ്യും. ഇനി സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ 1 ഫോളോ ചെയ്യും. കൺക്ലൂഷൻ 2 നോക്ക്. ദോസ് ഡാൻസേഴ്സ് ഹു ഡു നോട്ട് ഹാവ് ഗുഡ് ഡാൻസിങ് ടെക്നിക്സ് ആർ നോട്ട് ഇൻവൈറ്റഡ് ഫോർ ദ കോമ്പറ്റീഷൻ. അതല്ല എടാ, ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ കാര്യമല്ലേ കൺക്ലൂഷനിൽ ഒന്ന് തല തിരിച്ചു പറഞ്ഞത്. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ എന്താ?
ആകെ ഓൺലി ഗുഡ് ഡാൻസേഴ്സിനെ മാത്രമേ കോമ്പറ്റീഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിന് ഇൻഡയറക്ട് മീനിങ് എന്താ? ഡാൻസിങ് ടെക്നിക്സ് ഇല്ല അല്ലെങ്കിൽ ഗുഡ് ഡാൻസേഴ്സ് അല്ലാത്തവരെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അത് തന്നെയാണ് പറയുന്നത് ദോസ് ഡാൻസേഴ്സ് ഹു ഡു നോട്ട് ഹാവ് ഗുഡ് ഡാൻസിങ് ടെക്നിക്. ഇനി ഗുഡ് ഡാൻസേഴ്സ് എന്ന് പറയുന്നത് എന്താ? ഡാൻസിങ് ടെക്നിക്ക് ഉള്ള ആളുകൾ. സോ ഇല്ലാത്ത ആളുകൾ ഒബ്വിയസ്ലി എന്താണ്? ഗുഡ് ഡാൻസർ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവരെ എന്തിനു വിളിച്ചിട്ടുണ്ടാവില്ല? ഡാൻസ് കോമ്പറ്റീഷന് വിളിച്ചിട്ടുണ്ടാവില്ല. സോ കൺക്ലൂഷൻ 2 ഫോളോ ചെയ്യും. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബോത്ത് ഫോളോസ് ആണ്. ഓക്കെ ആണോ? സോ ഈ രീതിയിലൊക്കെ ചിന്തിച്ച് തുടങ്ങുക. ഓക്കെ ആണോ? ഓക്കെ, ഓൺലി ഗുഡ് ഡാൻസേഴ്സ് ആണ് ഇൻവൈറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് കൺക്ലൂഷൻ ഓൾ ഇൻവൈറ്റ് ഡാൻസേഴ്സ്. ഓഫ് കോഴ്സ് കറക്റ്റ് അല്ലേ? അപ്പൊ ഇതിന്റെ ഉത്തരം എന്താ? ബോത്ത് ഫോളോസ്. കൺക്ലൂഷൻ 1 ഫോളോ ചെയ്യും, കൺക്ലൂഷൻ 2 ഫോളോ ചെയ്യും. എടാ എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. എല്ലാവർക്കും ഓക്കെ ആണോ? ആരതി പറഞ്ഞ കറക്റ്റ് ആണ്. എല്ലാവർക്കും ഓക്കെ ആണോ? യെസ് സാർ, സെറ്റ് ആണ്. എല്ലാവർക്കും. വേറെ ഒരുപാട് പേരുണ്ടല്ലോ ക്ലാസ് കാണുന്നത്. സോ ഓരോ ചോദ്യം പറയാൻ കാരണം എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇതിന്റെ ഒരു ഇപ്പൊ നമ്മള് 1-to-1 ഇന്ററാക്ഷനിൽ ഈ ഒരു ടോപ്പിക് എടുക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഇതേപോലെ ക്ലാസ് കിട്ടണമെന്നില്ല. അത് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ഇനി ഏതെങ്കിലുമൊക്കെ കോഴ്സിൽ ജോയിൻ ചെയ്താലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെന്റ് അസംപ്ഷൻ, കോഴ്സ് ഓഫ് ആക്ഷൻ ഇതേപോലെ 1-to-1 ഇന്ററാക്ഷനിൽ ക്ലാസ് എടുക്കാൻ എല്ലാവരും എടുക്കണം എന്നില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്തതിലേക്ക് പോവല്ലേ? ഓക്കെ, നെക്സ്റ്റ്. Cases of bride burning for dowry are not uncommon. Conclusion 1. Inspire of antinouns. Inspire അല്ലേ, ഇൻസ്പൈറ്റ് ആട്ടോ. ഇൻസ്പയർ എന്ന് പറഞ്ഞാൽ മാറി, ഇൻസ്പൈറ്റ് ആണ്. In spite of anti-dowry laws, the ill practice continues. The punishment inflicted on the party concerned is not efficient. വായിച്ചോ, ചെയ്തോ, പറ. Only one follows. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. ശ്രദ്ധിക്കേ. അപ്പൊ ഇനി പറയാലോ. പറയാണ് കേസസ് ഓഫ് ബ്രൈഡ് ബേണിംഗ് ഫോർ ഡൗറി ആർ നോട്ട് അൺകോമൺ. അപ്പൊ ഇവിടെ നോക്കുക, ശ്രദ്ധിക്കണം. കേസസ് ഓഫ് ബ്രൈഡ് ബേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗറിയുടെ ബ്രൈഡ് ബേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കേസസ്, ഇങ്ങനത്തെ കേസസ് ബ്രൈഡ് ബേണിംഗ് ഫോർ ഡൗറി എന്ന് വെച്ചാൽ ശ്രീധനത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണല്ലോ ബ്രൈഡ് ബേണിംഗ്. ഓക്കെ, ഇങ്ങനത്തെ കേസസ് ഒക്കെ ആർ നോട്ട് അൺകോമൺ. അപ്പൊ ഇവിടെ ഒരു നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അപ്പൊ അത് രണ്ടും പോയി കഴിഞ്ഞാൽ പോസിറ്റീവ് ആയാലും. അല്ലെങ്കിൽ ഇതിന്റെ മീനിങ് എന്താ? കേസസ്, ഈ ബ്രൈഡ് ബേണിംഗ് ഡൗറിയുടെ കേസിലെ ബ്രൈഡ് ബേണിംഗ് കേസസ് എന്താണ്? കോമൺ ആണ്. ഇതാണല്ലോ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇങ്ങനത്തെ കേസസ് എന്താണ്? കോമൺ ആണ്. ഓക്കെ അല്ലെ? കോമൺ ആണ്. അപ്പൊ നോക്ക്, ഇൻസ്പൈറ്റ് ഓഫ് ആന്റി ഡൗറി ലോസ് ദ ഇൽ പ്രാക്ടീസ് കണ്ടിന്യൂസ്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ദ പണിഷ്മെന്റ് ഇൻഫ്ലിക്റ്റഡ് ഓൺ ദ പാർട്ടി കൺസേൺ ഈസ് നോട്ട് എഫിഷ്യന്റ്. അപ്പൊ രണ്ടാമത്തത് ശരിയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എടാ ഇത് ഒരു കണക്കിന് പറഞ്ഞ പോയിന്റ് നമ്മളെ സൊസൈറ്റിയിൽ ശരിയാണ്. ദ പണിഷ്മെന്റ് ഓൺ ദ പാർട്ടി കൺസേൺ, അല്ലെങ്കിൽ ഇതുപോലത്തെ ആൾക്കാർക്കുള്ള പണിഷ്മെന്റ് അത്രയും എഫിഷ്യന്റ് അല്ലാത്തതുകൊണ്ടായിരിക്കും ഇതുപോലത്തെ ഇൽ പ്രാക്ടീസസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അത് എക്സാക്ട്ലി ശരിയാണ്. പക്ഷേ ഈ പണിഷ്മെന്റിനെ പറ്റി യാതൊരു കാര്യം നമ്മൾ എന്തിൽ പറയുന്നില്ല? സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ല. സ്റ്റേറ്റ്മെന്റിൽ എന്തേ പറയുന്നുള്ളൂ? ഇങ്ങനത്തെ ബ്രൈഡ് ബേണിംഗ് കേസസ് കോമൺ ആണ്, വളരെ കോമൺ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഇവർക്കുള്ള പണിഷ്മെന്റ് എഫിഷ്യന്റ് ആണോ എഫിഷ്യന്റ് അല്ലേ എന്നുള്ള കാര്യം ഒന്നും എന്ത് പറയുന്നില്ല? ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അസംഷൻ സ്റ്റേറ്റ്മെന്റ് പറയാത്തത് കൊണ്ട് തന്നെ കൺക്ലൂഷൻ 2 ഫോളോ ചെയ്യുന്നില്ല. ഇനി ഒന്നാമത്തെ നോക്ക്, ഇൻസ്പൈറ്റ് ഓഫ് ആന്റി ഡൗറി ലോസ് ദ ഇൽ പ്രാക്ടീസ് കണ്ടിന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആന്റി ഡൗറി ലോസ് ഉണ്ടെങ്കിലും അത് കണക്കിലാക്കപ്പെടാണ്ട് ഇൻസ്പൈറ്റ് അതിന്റെയൊക്കെ എതിർത്തിട്ടും അല്ലെങ്കിൽ അത് ഉണ്ടായിട്ട് കൂടെ ദ ഇൽ പ്രാക്ടീസ് കണ്ടിന്യൂസ് എന്ന് പറയുകയാണെങ്കിൽ അത് ഓഫ് കോഴ്സ് ശരിയല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്? ഇത് ഓഫ് കോഴ്സ് ശരിയാണ്. അതിന് കാരണം എന്ന് പറയുന്നത്, എടാ ഇൽ പ്രാക്ടീസ് കണ്ടിന്യൂ, എന്തായാലും ആന്റി ഡൗറി ലോസ് ഉണ്ട്. ആന്റി ഡൗറി ലോസ് ഉണ്ടെങ്കിലും ഈ എന്ത് പറയുന്നത്? ഇത് ഇൽ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് തന്നെയല്ലേ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്ന കാര്യം ഒന്ന് റിവൈൻഡ്, ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതിയേ ഉള്ളൂ കൺക്ലൂഷനിൽ. ഇൻസ്പൈറ്റ് ഓഫ് ആന്റി ഡൗറി ലോസ് ദ ഇൽ പ്രാക്ടീസ് കണ്ടിന്യൂസ്. ഈ ഇൽ പ്രാക്ടീസ് ഉള്ളതുകൊണ്ടാണല്ലോ കേസസിന്റെ എണ്ണം കൂടുന്നത്. ഇതുപോലുള്ള പ്രാക്ടീസിന്റെ എണ്ണം കൂടുന്നതുകൊണ്ടാണ് കേസസ് കൂടുന്നത്. മനസ്സിലായോ? സോ ഇതിന്റെ ഉത്തരം കൺക്ലൂഷൻ 1 ഫോളോ ചെയ്യുന്നുണ്ടാവും. സോ ഇതിന്റെ ഉത്തരം ഓൺലി 1 ഫോളോസ്. ഓൺലി 2. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോളോ ചെയ്യാത്തതിന് കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോളോ ചെയ്യാത്തതിന് കാരണം പണിഷ്മെന്റിനെ പറ്റി യാതൊരു കാര്യം എന്ത് പറയുന്നില്ല, ക്വസ്റ്റിനിൽ പറയുന്നില്ല. ആന്റി ഡൗറി ലോസ് സ്ട്രോങ് ആണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ഉദ്ദേശിക്കരുത്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി. എടാ ശരിയാണ്, നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ആന്റി ഡൗറി ലോസ് സ്ട്രോങ് അല്ല എന്ന് പറയുന്നത്. പക്ഷെ ഇത്രയേ ഉള്ളൂ പോയിന്റ്. ആന്റി ഡൗറി ലോസ് സ്ട്രോങ് ആണ്, സ്ട്രോങ് അല്ല എന്നുള്ളതിന് പകരം ദ ഇൽ പ്രാക്ടീസ് കണ്ടിന്യൂസ്. എന്താണ് അതിൽ ഫസ്റ്റ് പറയുന്ന അതേ കേസസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കൺക്ലൂഷനിൽ പറയുന്നത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓവറായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അസംഷൻ ആണോ കൺക്ലൂഷൻ ആണോ എന്നുള്ള പ്രശ്നം വരും. ഓക്കെ, മനസ്സിലായോ? സോ അത് അസംഷൻ തന്നെയാണ്. അത് അഡ്വൈസ് ആക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ദ ഇൻസ്പെക്ട് ഓഫ് ആന്റി ഡൗറി ലോസ്. സോ ആന്റി ഡൗറി ലോസ് സ്ട്രോങ് ആക്കിയാലും സ്ട്രോങ് അല്ല എന്നുള്ളത് നെക്സ്റ്റ് പോയിന്റ് ആണ്. അതിനെപ്പറ്റി ഒന്നും അവിടെ പറയുന്നില്ല. ഓക്കെ, ആ ഒരു ലോസിനെ പറ്റി ഒന്നും എന്ത് പറയുന്നില്ല, സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ല. സോ കൺക്ലൂഷൻ പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു അഡ്വൈസ് എന്താണ് എതിർത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ആലോചിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 11 ആലോചിക്കുക. ഓക്കെ, ഡി 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 നൈദർ. ഓക്കെ, നോക്ക്. അപ്പൊ ഇത് കുറച്ചും കൂടെ എല്ലാവർക്കും പറയാൻ പറ്റുന്നുണ്ടാവും. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇൻ എ 2020 മാച്ച് പ്ലേഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ, ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലെ 2020 കളിയിൽ ദ ടോട്ടൽ റൺസ് മെയ്ഡ് ബൈ ദ ഇന്ത്യൻ ടീം വർ 200. അപ്പൊ 200 മാർക്കാണ് അതിൽ നേടിയിട്ടുള്ളത്. 160 ആ 200 തന്നെ 160 മാർക്കും നേടിയത് ആരാണ്? സ്പിന്നേഴ്സ് ആണ്. ആരാടാ? സ്പിന്നേഴ്സ് ആണ്. ഓക്കെ അല്ലേ? ഇനി പറയാണ് 80% ടീം കൺസിസ്റ്റ് ഓഫ് സ്പിന്നേഴ്സ്. 80% ഓഫ് ദ ടീം കൺസിസ്റ്റ് ഓഫ് സ്പിന്നേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പം 80% ഓഫ് ദ സ്കോർ ആണെന്ന് വിചാരിക്കും. 80% ഓഫ് ദ സ്കോർഡ് ബൈ സ്പിന്നേഴ്സ് ആണെങ്കിൽ ശരിയാ. നോക്ക്, 160 by 200 എത്ര മാർക്കായി? എത്രയായി? 80% അല്ലേ? 80% ആണ്. പക്ഷെ കൺക്ലൂഷൻ എന്താ പറയുന്നത്? കൺക്ലൂഷൻ പറയുന്ന കാര്യം എന്താ? 80% ഓഫ് ദ ടീം കൺസിസ്റ്റ് ഓഫ് സ്പിന്നേഴ്സ് ആണ് പറയുന്നത്. അല്ലേ? എടാ സ്കോറിന്റെ കാര്യമല്ല പറഞ്ഞത്, ടീമിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ തന്നിരിക്കുന്നത് സ്കോർ ആണ്. ഇന്ത്യൻ ടീമിൽ 200 160 കിട്ടിയെന്ന് പറഞ്ഞത് 160 സ്കോർ കിട്ടിയത് ആർക്കാണ്? സ്പിന്നേഴ്സിനാണ്. പക്ഷെ ടീമിലുള്ള 11 ആൾക്കാരിൽ 80% സ്പിന്നേഴ്സ് ആണ്. എന്തെങ്കിലും ആയിട്ട് നമുക്കുണ്ടോ? ആ ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും ആയിട്ട് നമുക്കുണ്ടോ? 80% ടീം കൺസിസ്റ്റ് ഓഫ് സ്പിന്നേഴ്സ് ആണെന്നുള്ള കാര്യം. അങ്ങനെ ടീമിന്റെ ഘടനയെ പറ്റി യാതൊരു കാര്യവും സ്റ്റേറ്റ്മെന്റ് പറയാത്തടത്തോളം കാലം ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു കൺക്ലൂഷൻ ഫോളോ ചെയ്യോ സിനി? ഇല്ല. ശരണ്യ ഓക്കെ ആണോ? സാരഥി ഓക്കെ ആണോ? ഇവിടെ പറഞ്ഞ കൺക്ലൂഷൻ എന്താ? 80% ഓഫ് ദ ടീം കൺസിസ്റ്റ് ഓഫ് സ്പിന്നേഴ്സ്. കൺക്ലൂഷനിൽ പറഞ്ഞത് എന്താ? അങ്ങനത്തെ ടീമിന്റെ ഘടനയെ പറ്റി, ആ ഒരു ടീമിന്റെ കാര്യത്തിൽ ഈ 11 കളിക്കാരിൽ എത്ര സ്പിന്നേഴ്സ് ഉണ്ടെന്നുള്ള എണ്ണത്തെ പറ്റി ഒന്നും ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് എന്തേ പറഞ്ഞിട്ടുള്ളൂ? 200 റൺസിൽ 160 റൺസ് സ്കോർ ചെയ്തത് ആരാണ്? സ്പിന്നേഴ്സ് ആണ്. എടാ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 11 പ്ലേയേഴ്സ് ഉണ്ട്. 11 പ്ലേയേഴ്സിൽ 9 ആകെ 2 സ്പിന്നേഴ്സേ ഉള്ളൂ എന്ന് വിചാരിക്കും. ഈ 2 സ്പിന്നേഴ്സ് ആണ് ആ റണ്ണ് മൊത്തം സ്കോർ ചെയ്തത്, ഈ 160 റണ്ണ് സ്കോർ ചെയ്തത്. അപ്പം ഈ 2 പ്ലേയേഴ്സ് 2/11 എന്ന് പറയുന്നത് 80% ആണോ? ഈ 11 കളിക്കാരിൽ 2 കളിക്കാർ സ്പിന്നേഴ്സ് ആണെങ്കിൽ 80% സ്പിന്നേഴ്സ് എന്ന് പറയാൻ പറ്റുമോ? സോ കൺഫ്യൂഷൻ മാറിയോ ആരതി? അതാണ് ഓവറായിട്ട് ചിന്തിച്ചാലും പ്രശ്നമാണ്, ചിന്തിക്കാതെ ഉത്തരം പറഞ്ഞാലും പ്രശ്നമാണ്. അതാണ് ഈ ടോപ്പിക്കിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പൊ പോയിന്റ് ക്ലിയർ ആയോ? ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താണ്? 200 റൺസിൽ 160 റൺസ് എന്ന് പറഞ്ഞ സ്പിന്നേഴ്സ് സ്കോർ ചെയ്തു. സോ 160 റൺസ് സ്പിന്നേഴ്സ് സ്കോർ ചെയ്യുന്ന വെച്ചിട്ട് ആ ടീമിന്റെ 80% സ്പിന്നർ ആണെന്ന് എവിടെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? ടീമിന്റെ ഘടനയെ പറ്റി, ഈ ടീമിന്റെ മെമ്പേഴ്സിനെ പറ്റി യാതൊരു കാര്യം എന്ത് പറഞ്ഞിട്ടില്ല? കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. അടുത്ത നോക്ക്, ദ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ വേർ സ്പിന്നേഴ്സ്. അതും അങ്ങനെ തന്നെയാണ്. ടീമിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ടീമിൽ ഇത്ര ആരാണ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഒന്നും എന്തല്ല സ്പിന്നർ ആണോ അല്ലയോ എന്നൊന്നും സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ല, നമുക്ക് അറിയില്ല. സോ കൺക്ലൂഷൻ 1 ഫോളോ ചെയ്യില്ല. അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞത് ഓപ്ഷൻ ഡി, നൈദർ 1 nor 2. സോ എല്ലാവർക്കും ഓക്കെ ആണോ?
ശരണ്യ ഒക്കെ ക്ലിയർ ആണോ? ശരണ്യ, ആരതി, എല്ലാവരും 1 പറഞ്ഞ ആളുകൾക്ക് ക്ലിയർ ആണോ? പോയിന്റ് ഓക്കെ ആണ്? എന്തുകൊണ്ടാണ് 2 തെറ്റെന്നുള്ള കാര്യം മനസ്സിലായോടാ? സെറ്റ് അല്ലേ? ക്ലിയർ? ഓക്കെ സർ. നെക്സ്റ്റ്. I'm happy that today's class does not require use of pen and paper. അത് ശരിയാ. നമുക്ക് നോക്കി ഉത്തരം പറഞ്ഞാൽ മതി. ശരി. ഓക്കെ, നൈദർ. അപ്പൊ നൈദറിലേക്ക് ഉത്തരത്തിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ ശ്രദ്ധിച്ചോ. സ്റ്റേറ്റ്മെന്റ് പറയാണ് നാഷണൽ അലുമിനിയം കമ്പനി ഹാസ് മൂവ്ഡ് ഇന്ത്യ ഫ്രം എ പൊസിഷൻ ഓഫ് ഷോർട്ടേജ് ടു സെൽഫ് സഫിഷ്യൻസി ഇൻ ദ മെറ്റൽ. അപ്പൊ മീനിങ് എന്താടാ? അപ്പം ഓൾറെഡി ആദ്യം ഉണ്ടായിരുന്നത് ഇന്ത്യ എന്തായിരുന്നു? ആദ്യം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഷോർട്ടേജിലായിരുന്നു. ഈ ഷോർട്ടേജ് സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് മാറ്റി. ഓൾറെഡി ഷോർട്ടേജ് ആയിരുന്നു സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് മാറ്റി. ആരെ? ഇന്ത്യയെ. ആര് സഹായിച്ചു? ദ നാഷണൽ അലുമിനിയം കമ്പനി. ഈ നാഷണൽ അലുമിനിയം കമ്പനി ഇന്ത്യനെ ഒരു സ്ഥാനത്ത് നിന്ന് ഷോർട്ടേജ് നിന്ന് സെൽഫ് സഫിഷ്യന്റ് ആക്കി മാറ്റി. ഇതാണല്ലോ ചോദ്യം, ഇതാണല്ലോ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. സോ കൺക്ലൂഷൻ 2 നോക്ക്. വിത്ത് ദിസ് സ്പീഡ് ഇറ്റ് ക്യാൻ സൂൺ ബിക്കം എ ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. അപ്പൊ നോക്ക്, അപ്പൊ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ നോക്ക്, നിങ്ങൾ കാണുകയാണ് മോഡൽ വെബ്സൈറ്റിലെ ക്യാന്, കുഡ്, മേ, മൈറ്റ്. ഓക്കെ, സോ ഈ കാര്യങ്ങൾ, ഈ മോഡൽ വെബ്സ് ഒക്കെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാൻ, കുഡ്, മേ, മൈറ്റ്. സോ ഇവന്മാരൊക്കെ പറയുന്നത് എന്തിനെ പറ്റിയാണ്? പോസിബിലിറ്റി ആണ്. എന്താണ് പറയുന്നത്? പോസിബിലിറ്റി. ഓക്കെ, ഇനി അടുത്തൊരു വേർഡ്, ഈ നിങ്ങൾ ഈ വില്ല് കാണുമെന്ന് വിചാരിക്കും. വിൽ. ഈ ഒരു മോഡൽ വെർബ് പറയുന്നത് കുറച്ചും കൂടെ അഷ്വറൻസ് ആണ് പറയുന്നത്. ഷ്യൂരിറ്റി, അഷ്വറൻസ്. സോ ഇത്രയുള്ള പോയിന്റ്. ഈ വില്ല് കാണുകയാണെങ്കിൽ ഇവിടെ നോക്ക്, വിത്ത് ദിസ് സ്പീഡ് ഇറ്റ് വിൽ. ഇവിടെ ക്യാൻ വരും വില്ലാന്ന് വിചാരിക്കും. വിത്ത് ദിസ് സ്പീഡ് ഇറ്റ് വിൽ സൂൺ ബിക്കം എ ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. അപ്പം ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണ്. വില്ലായിരുന്നെങ്കിൽ, ക്യാൻ വരും വില്ലായിരുന്നെങ്കിൽ, അതിന് പറഞ്ഞ എന്താ? 100% ഉറപ്പാണ് ഫോറിൻ എക്സ്ചേഞ്ച് ഏണർ ആയിട്ട് ഭാവിയിൽ ഇന്ത്യ മാറും. അങ്ങനെ മാറുന്ന എങ്ങനെയാ ഒരു കൺക്ലൂഷനിൽ പറയുന്നത്? മനസ്സിലായോ? അവിടെ വില്ലായിരുന്നെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു കൺക്ലൂഷൻ തെറ്റാണ്. പക്ഷെ ക്യാൻ എന്ന് പറയുമ്പോൾ അതൊരു പോസിബിലിറ്റി അല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പോസിബിലിറ്റി ആണ് കൺക്ലൂഷൻ പറഞ്ഞെങ്കിൽ അത് ഫോളോ ചെയ്യും. ഓക്കെ, സോ ഇവിടെ നോക്ക്, വിത്ത് ദിസ് സ്പീഡ്, ഈ ഒരു സ്പീഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ സൂൺ ബിക്കം എ ഫോറിൻ എക്സ്ചേഞ്ച് ഏണർ. സോ ഇങ്ങനെ ഒരു ഫോറിൻ എക്സ്ചേഞ്ചർ ആയിട്ട് മാറിയേക്കാം എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് എന്താണ് പറയുന്നത്? സോ ഈ ഒരു കാര്യം, ഇതൊരു പോസിബിലിറ്റി ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 2 എന്ത് ചെയ്യും? ഫോളോ ചെയ്യും. സോ ഇവിടെയുള്ള മോഡൽ വെർബ് ഏതാണ്? ക്യാൻ ആണ്. സോ ക്യാൻ ഡിനോട്ട് ചെയ്യുന്നത് പോസിബിലിറ്റി ആണ്. ആ ഒരു പോയിന്റ് ഓക്കെ ആണോ?
സ്റ്റേറ്റ്മെന്റ് ടൂവിനെ പറ്റി പറഞ്ഞ പോയിന്റ് ഓക്കെ ആണോടാ? സോറി, കൺക്ലൂഷൻ ടൂവിനെ പറ്റി പറഞ്ഞത് ഓക്കെ ആണോ? സോ സ്റ്റേറ്റ്മെന്റ് ടു എന്ന് പറയുന്നത് ഫോളോ ചെയ്യും. ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ? എന്നിട്ട് വണ്ണിലേക്ക് വരാം. ക്ലിയർ ആണോ? പോയിന്റ് ഓക്കെ ആണോ? എല്ലാവരും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. സ്റ്റേറ്റ്മെന്റ് ടു ഫോളോ ചെയ്തത് മനസ്സിലായോ? എല്ലാവരും പറ. ആരോഹി, സിനി, ആരതി, വിഷ്ണു, ആവണി, എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ? സോ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ടു എന്തുകൊണ്ടാണ് ഫോളോ ചെയ്തതെന്ന് മനസ്സിലായോ? കാരണം ഇറ്റ് ക്യാൻ സോൺ ബിക്കം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ സോൺ, ആയേക്കാം എന്നാണ് പറയുന്നത്, ആകും എന്നല്ല. ആയേക്കാം എന്ന് പറയുന്ന പോയിന്റ് ആയേക്കാം, യെസ്. അത് കൺക്ലൂഷനിൽ പറയുമ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഫോളോ ചെയ്യും. ക്ലിയർ അല്ലേ? അടുത്ത് നോക്ക്. previously India had to import aluminium. സോ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അത് ഫോളോ ചെയ്യില്ല നിങ്ങൾ ചിന്തിക്കും. അപ്പം അത് ബ്രേക്ക് ചെയ്യാനുള്ള എക്സ്ട്രാ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. നോക്കണം. അലുമിനിയം, നാഷണൽ അലുമിനിയം കമ്പനി ഇന്ത്യയിൽ എവിടെ നിന്നാണ് പൊക്കിക്കൊണ്ടിരുന്നത്? ഷോർട്ടേജ് എന്നാണ്. എടാ ഷോർട്ടേജ് ആണ്, ഇന്ത്യയിൽ വേറൊരു മാർഗ്ഗമില്ല, ഇന്ത്യയിൽ അലുമിനിയം ഇല്ല. അതാണല്ലോ അത് പോയിന്റ്. ഇന്ത്യ ഫ്രം എ പൊസിഷൻ ഓഫ് ഷോർട്ടേജ്. അങ്ങനെ ഷോർട്ടേജ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് സെൽഫ് സഫിഷ്യന്റ് ആക്കി മാറ്റണമെങ്കിൽ വേറെ എന്താ മാർഗം? ഇമ്പോർട്ട് ചെയ്യാന്നുള്ളതല്ലേ. എടാ ഇന്ത്യയിൽ ഇല്ല, ഷോർട്ടേജ് ആണ്. അവിടുന്ന് ഇന്ത്യയിൽ ഒരു മാർഗത്തിന് ഉണ്ടാക്കാൻ പറ്റാത്ത ഷോർട്ടേജ് എന്ന് സെൽഫ് സഫിഷ്യന്റ് ആക്കി മാറ്റണമെങ്കിൽ എന്താണ്? ഉറപ്പായിട്ടും ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ടാവും? അലുമിനിയം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ പറഞ്ഞിരുന്ന കാര്യം എന്താണ്? അലുമിനിയം കമ്പനിയാണ്, ഇവിടെ തന്നിരിക്കുന്നത് അലുമിനിയം ആണ്. ഇവിടെ ഗോൾഡ് ഒക്കെ ആണെങ്കിൽ തെറ്റായിരുന്നു. പക്ഷെ previously India had to import aluminium. അങ്ങനെ ഇമ്പോർട്ട് ചെയ്താൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? ഷോർട്ടേജ് സെൽഫ് സഫിഷ്യന്റ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. സോ കൺക്ലൂഷൻ 1 എന്ത് ചെയ്യും? ഫോളോ ചെയ്യും. അങ്ങനെ ഫോളോ ചെയ്യില്ല എന്ന് വിചാരിക്കരുത്. കാരണം ഓൾറെഡി സെൽഫ് സഫിഷ്യന്റ് ഷോർട്ടേജ് സെൽഫ് സഫിഷ്യന്റ് ആയി മാറ്റണമെങ്കിൽ എന്താ വഴി? ഇമ്പോർട്ട് ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഓക്കെ ആണോ? സോ കൺക്ലൂഷൻ 1 റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റേറ്റ്മെന്റുമായിട്ട്, അത് തെറ്റല്ല. സോ 1 and 2 follows, ബോത്ത് ഫോളോസ് ആണ് ഇതിന്റെ ഉത്തരം. എന്താ ഉത്തരം? ബോത്ത് 1 and 2 follows. ക്ലിയർ ആണോടാ? പോയിന്റ് ഓക്കെ ആണോ? എടാ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. പോയിന്റ് ഓക്കെ ആണോ? ക്ലിയർ? ക്ലിയർ ആണോ? ഓവർ തിങ്ക് ചെയ്താലും കുഴപ്പം, ഇല്ലെങ്കിലും കുഴപ്പം. അതാണ് ഈ ടോപ്പിക്കിന്റെ ഒരു പ്രശ്നം. എന്താ ചെയ്യാലേ? ഇങ്ങനൊക്കെ ഓരോ പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഇത് കൃത്യമായിട്ട് ഇതിന്റെ ഓവർ തിങ്ക് ചെയ്താലും അധികം ചിന്തിക്കാണ്ട് എഴുതിയാലും പ്രശ്നം എന്ന് പറയാൻ കാരണം മനസ്സിലായോ? കാരണം ഷോർട്ടേജ് എന്ന് സെൽഫ് സഫിഷ്യന്റ് ആയി മാറിയിട്ടുണ്ട്. അപ്പൊ എന്താ വഴി? ഓക്കെ, പാസ് നടന്ന കാര്യം സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ചെയ്യുന്നെങ്കിൽ അല്ലേ സാർ ഫോളോ ചെയ്യുന്നത്? എടാ പാസ് നടന്ന കാര്യമാണ്, പാസ് നടന്ന കാര്യം സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ചെയ്യുന്നില്ലേ? എടാ ഇത് സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ചെയ്യാണ്ട് ഇവിടെ ഇമ്പോർട്ട് അലുമിനിയം എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാ? ഇവിടെ ഇമ്പോർട്ട് അലുമിനിയം എന്ന് പറയാൻ കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഷോർട്ടേജ് സെൽഫ് സഫിഷ്യന്റ് ആയി മാറാൻ പറ്റുള്ളൂ. അങ്ങനെ ഷോർട്ടേജ് സെൽഫ് സഫിഷ്യന്റ് ആയി എന്ന് പറഞ്ഞത് സ്റ്റേറ്റ്മെന്റിലാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സെറ്റ് ആണോ? അങ്ങനെ. ഓക്കെ, പിന്നെ ഇത് എത്രയൊക്കെ പറഞ്ഞാലും എക്സാം പ്രഷറിൽ നിങ്ങൾ വേറെ ഓപ്ഷൻ ഉണ്ട്. ഈ പറഞ്ഞ ഞാനും വേറെ ഓപ്ഷൻ എടുക്കുന്നുണ്ടാവുള്ളൂ. ചിലപ്പം ചിന്തിക്കാനുള്ള സമയം കിട്ടണമെന്നില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. കാരണം കുറച്ച് നല്ല നല്ല ചോദ്യം ചെയ്യാന്നേ ഉള്ളൂ. സാർ ഇത് എങ്ങനെയാ ഒന്ന് സെറ്റ് ആക്കി എടുക്കുക? ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്ന വഴികൾ മനസ്സിലാവുന്നുണ്ടോ ആരതി? ഞാൻ ഈ പറയുന്ന ഈ ഒരു തിങ്കിങ് വരുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ താനിത് ഫസ്റ്റ് ടൈം അല്ലേ? നിങ്ങളൊക്കെ എന്തായിരിക്കും ചിലപ്പോൾ ഇതൊരു ഫസ്റ്റ് ആദ്യമായിട്ട് ഇതുപോലത്തെ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടാവാം. നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, ഇതുപോലെ 1-to-1 ഇന്ററാക്ഷൻ നിങ്ങൾ ആദ്യമായിട്ട് ഇരിക്കുന്നുണ്ടാവാം. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇനിയുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ചിന്തിച്ച് നോക്കും. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ഐഡിയാസ് നിങ്ങളെ മൈൻഡിൽ വെച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറെ ക്വസ്റ്റ്യൻസ് ശരിയായിട്ട് വരും. ഓക്കെ ആണല്ലോ? പോയിന്റ് ഓക്കെ അല്ലേ? അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 13 ശ്രദ്ധിക്കും. കൺഫ്യൂസ്ഡ് ആണ് സാർ, എല്ലാം കൺഫ്യൂസ്ഡ് ആണ്, ടോപ്പിക്കേ കൺഫ്യൂഷൻ ആണ്. ചെയ് നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഓരോ കൺഫ്യൂഷൻസ് ആക്കി മാറ്റാം. I was confused about conclusion 2. Now it's clear that can possibility conclusion follows. Of course can follows. പക്ഷെ എന്ത് ഫോളോ ചെയ്യില്ല? വില്ല് ഫോളോ ചെയ്യില്ല. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ ജൂഹി? മോസ്റ്റ്ലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയപ്പോൾ 70% തെറ്റാണ്. ഇനി ക്ലാസ് കഴിഞ്ഞ ശേഷം വർക്ക്ഔട്ട് ചെയ്ത് നോക്ക്. ഈ 70 ചിലപ്പം ഒരു 50 ഒക്കെ ആയേക്കാം. നോക്ക്, ചെയ്
neither follows. Okay, both follows പറയുന്നത് ശരിയാണോ നോക്ക്. സ്മോക്കിംഗ് ഈസ് വൺ ഓഫ് ദോസ് ഹ്യൂമൻ വീക്ക്നെസ്സസ് which tends to test the willpower of the smoker to the edge. Okay, സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ഹ്യൂമൻ വീക്ക്നെസ്സസുകളിൽ ഒന്നാണ്. അതിന് കാരണം വിച്ച് ടെൻസ് ടു, അതെന്താണ്, എന്തിലേക്ക് നയിക്കുന്നത്, ടു ടെസ്റ്റ് ദ വിൽ പവർ ഓഫ് ദ സ്മോക്കർ ടു ദ എഡ്ജ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദ സ്മോക്കേഴ്സ് ടു ഗിവ് അ സ്മോക്കിംഗ് ഈവൻ ഇഫ് ദേ വാണ്ടഡ് ടു ഡു സോ. ഇത് ഓഫ് കോഴ്സ് ശരിയാണ്, ഇതിൽ വേറെ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കുന്ന പോയിന്റ് ഒന്നുമില്ല. കാരണം ഈ സ്മോക്കേഴ്സിന് എന്താണ് അത് ഗിവ് അപ്പ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. എങ്ങനെ, ഈവൻ ഇഫ് ദേ വാണ്ട് ടു ഡു സോ, അവർക്ക് വേണമെന്ന് വെച്ചാലും കളയാൻ അത് ഗിവ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞത് കാരണം എന്താണ്, അത് ബുദ്ധിമുട്ടാണ്. അത് കാരണം എന്താ, ഇറ്റ് ഈസ് എ ഹ്യൂമൻ വീക്ക്നെസ്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതൊരു ഹ്യൂമൻ വീക്ക്നെസ്സസ് ആണ്. സ്മോക്കിംഗ് ഹ്യൂമൻ വീക്ക്നെസ് എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്, ഇങ്ങനത്തെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ടാണ് ഇവർക്ക് എന്ത് ഡിഫിക്കൽട്ടി വരുന്നത്. സോ കൺക്ലൂഷൻ 1 എന്തായാലും ഫോളോ ചെയ്യും. ഹ്യൂമൻ ബീങ്സ് ഹാവ് അതർ വീക്ക്നെസ്സസ് ആസ് വെൽ. സോ അതർ വീക്ക്നെസ്സസ് എവിടെയാണ്, അതർ വീക്ക്നെസ് പറ്റി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നോക്കുന്ന സമയത്ത് ഉണ്ടല്ലോ. സ്മോക്കിങ്ങിനെ പറ്റിയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈസ് വൺ ഓഫ് ദോസ് ഹ്യൂമൻ വീക്ക്നെസ്സസ്. സോ വേറെയും വീക്ക്നെസ്സസ് ഉള്ളത് കൊണ്ടല്ലേ ഇവിടെ വൺ ഓഫ് ദോസ് ഹ്യൂമൻ വീക്ക്നെസ്സസ് എന്ന് പറഞ്ഞത്. അതിൽ ഒന്നാണ്, ഒരുപാട് വീക്ക്നെസ്സസിൽ ഒന്നാണ് സ്മോക്കിംഗ്. സോ ഹ്യൂമൻ ബീങ്സ് എന്താണ്, വേറെയും കുറെ വീക്ക്നെസ്സസ് ഉണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ 2 ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബോത്ത് ഫോളോസ്. എന്താണ് ഉത്തരം, ബോത്ത് ഫോളോസ്. സോ ഇത് ഈസി ക്വസ്റ്റ്യൻ ആണല്ലോ, വേറെ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പോയിന്റ് അല്ല. ഓക്കെ ആണോ, പോയിന്റ് ഓക്കെ ആണോ, അതുപോലെ നൈദർ ആണോ, ബോത്ത് അല്ലേ. സോ കൺക്ലൂഷൻ 1 ഫോളോ ചെയ്യുന്നുണ്ട്, 2 ഫോളോ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ, ഇപ്പൊ എന്തെങ്കിലും പോയിന്റ് കത്തിയോ? ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ, സർ നേരത്തെ ക്വസ്റ്റ്യൻസ് ഷാൾ വന്നല്ലോ, നേരത്തെ ക്വസ്റ്റ്യൻസ് ഷാൾ വന്നിട്ടുണ്ടോ? ഏതിലാ ഷാൾ വന്നത്, ഏത് ക്വസ്റ്റ്യൻ ഷാൾ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല. നേരത്തെ ക്വസ്റ്റ്യൻസിൽ ഷാൾ വന്നല്ലോ, നമുക്ക് അടുത്തേക്ക് നോക്കാം. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. സോ ഇത് ശരിയാണ്, രണ്ടും ഇത് ഓക്കെ ആണല്ലോ അല്ലെ. അടുത്ത് നോക്ക്, ക്വസ്റ്റ്യൻ നമ്പർ 13. നെക്സ്റ്റ്, D. Neither follows. Okay. Lawyers marry only fair girls. Lawyers ആരെയാണ്, fair girlsനാണ് കല്യാണം കഴിക്കുന്നത്. Only fair girls. ശോഭ is very fair. ശോഭ fair ആണ്. So അതാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ശോഭ is married to a lawyer. ശോഭ is not married to lawyer. സോ ശോഭ ആരെയാണ് കല്യാണം കഴിക്കുന്നത് ഉള്ളതെന്നുള്ള കാര്യം എന്താണ്, ശോഭയുടെ പ്രൈവറ്റ് ലൈഫ് അല്ലെങ്കിൽ ശോഭയുടെ ലൈഫിനെ പറ്റി യാതൊരു കാര്യം സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ല. സോ ആരതി കൺക്ലൂഷൻ 1 ഫോളോ ചെയ്യോ? ശോഭ ഇസ് എ മാരീഡ് ടു എ ലോയർ. എങ്ങനെയാ പറയാൻ പറ്റുന്നത്, ശോഭ ഒരു ലോയറിനെ കല്യാണം കഴിക്കോ കല്യാണം കഴിക്കില്ല കാര്യം ഒന്നും നമുക്കറിയോ? നമുക്ക് ആ ഒരു പ്രൈവറ്റ് ലൈഫിനെ പറ്റി അറിയോ? നമ്മളോട് എത്രേ പറയുന്നുള്ളൂ, ശോഭ ഫെയർ ആയിട്ടുള്ള ഒരു ഗേൾ ആണ്, ലോയേഴ്സ് ഫെയർ ഗേൾസ് ആണ് കല്യാണം കഴിക്കുക. സോ ഇത് അസംഷൻ അല്ല, ഇത് കൺക്ലൂഷൻ ആണ്. ഓക്കെ, ദിസ് ഇസ് കൺക്ലൂഷൻ. സോ സ്റ്റേറ്റ്മെന്റിൽ ശോഭയുടെ കല്യാണത്തെ പറ്റി യാതൊരു കാര്യവും പറയാത്തടത്തോളം കാലം എങ്ങനെയാണ് ശോഭ ലോയറിനെ കല്യാണം കഴിക്കുന്നു, ശോഭനെ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറയാൻ കാരണം പറയും എങ്ങനെയാ? സോ ഇതിന്റെ ഉത്തരം നൈദർ ഡി ഫോളോസ്. കൺക്ലൂഷൻ 1 or 2 ഫോളോസ്. ഓക്കെ ആണോ, പോയിന്റ് ഓക്കെ ആണോ, സെറ്റ് ആണോ, മനസ്സിലായോ? എന്താ പറയുന്നേ, പക്ഷെ അവിടെ ശോഭ ഇസ് ഫെയർ എന്ന് പറഞ്ഞിട്ടില്ലേ, ലോജിക്കൽ തിങ്കിങ് ഇല്ലല്ലോ. ശോഭ ഫെയർ ആന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഫെയർ ആണെങ്കിൽ അവിടെ ലോയറിനെ കല്യാണം കഴിക്കോ ലോബറിനെ കല്യാണം കഴിക്കില്ല. ഈ കല്യാണത്തെ പറ്റി, ശോഭയുടെ മാരേജിനെ പറ്റി എന്തെങ്കിലും ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ഐ തിങ്ക് ശോഭ ഇസ്, അതെന്തോ ആയിക്കോട്ടെ. നേരത്തെ ക്വസ്റ്റ്യൻസ് ക്യാൻ ഇന്ന് പകരം ഷാൾ വന്നാൽ എന്ത്? സാർ നേരത്തെ ക്വസ്റ്റ്യൻസ് ക്യാന് പകരം ഷാൾ വന്നാൽ. ഓക്കെ, ഞാൻ പറയാം. അപ്പൊ ഇതിനു മുന്നേ പോയിന്റ് എന്താണ്, ശോഭയുടെ മാരേജിനെ പറ്റി, ശോഭയുടെ കല്യാണത്തെ പറ്റി യാതൊരു കാര്യം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ കൺക്ലൂഷനിൽ എടുക്കുക? കൺക്ലൂഷൻ ഫോളോ ചെയ്യോ ഇല്ലയോ എന്നുള്ളത് ചിന്തിക്കാൻ തന്നെ പറ്റുമോ? സോ ഇത് എന്ത് ചാപ്റ്റർ ആണ്? സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇത്ര പോയിന്റ് ആലോചിച്ചത് സ്റ്റിക്ക് ഓൺ ടു സ്റ്റേറ്റ്മെന്റ്. കല്യാണത്തെ പറ്റി പറയണമെങ്കിൽ കല്യാണത്തെ പറ്റി അവിടെ എന്തെങ്കിലും പറയണം. അങ്ങനെ കല്യാണത്തെ പറ്റി പറഞ്ഞാൽ ആരെ പറ്റിയുള്ളൂ?
ലോയേഴ്സിനെ പറ്റി പറഞ്ഞുള്ളൂ. ശോഭ മാരി ചെയ്യുന്നത് ആരെയാന്ന് പറ്റി യാതൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. സർ കൺക്ലൂഷൻ 2 ഫോളോസ്. കൺക്ലൂഷൻ 2 ഡൗട്ട് ഉണ്ടോ? ശോഭ ഇസ് നോട്ട് മാരീഡ് ടു ലോയർ. അവിടെയും ഇതാണ് നേരത്തെ പറഞ്ഞ പോയിന്റേ ഉള്ളൂ. ശോഭയുടെ കല്യാണത്തെ പറ്റി പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ലോയറിനെ കല്യാണം കഴിക്കില്ല എന്നുള്ള കാര്യം പറയാൻ പറ്റുക? അത്രേ ഉള്ള പോയിന്റ്. ഓക്കെ, ഓവറായിട്ട് ചിന്തിച്ചാലും പ്രശ്നം, അധികം ചിന്തിച്ചില്ലേലും പ്രശ്നം എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ ആള് പറഞ്ഞാൽ ഇവിടെ ഷാൾ വന്നാൽ ഹ്യൂമൻ ബീങ്സ് എവിടെ ഇതിലായിരിക്കും അല്ലെ? വിത്ത് ദിസ് വിത്ത് ഇറ്റ് ഷാൾ, ഇറ്റ് ഷോൾ. ഷോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഷോൾ. ഇറ്റ് ക്യാൻ കുഡ് ഷോൾ ഷാൾ ഷോൾ ഷുഡ്. പോസിബിലിറ്റി തന്നെയല്ലടാ അത്. അത് വില്ല് പറഞ്ഞ പോലെ തന്നെ ഷാൾ പറയാ. വില്ല് വന്നാലും ഷാൾ വന്നാലും ഫോളോ ചെയ്യില്ല. ക്യാന് കുഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? പോസിബിലിറ്റിയാണ്. നിങ്ങൾ മറ്റേ നീതു സിംഗ് ഒക്കെ വായിക്കുമ്പോൾ കാണാൻ പറ്റും മേ മൈറ്റൊക്കെ പോസിബിലിറ്റി. പക്ഷെ ഷാള് വില്ല് എന്നൊക്കെ പറഞ്ഞ ഷോൾ അത് കുറച്ചുകൂടെ അഷുറൻസ് ആണ്. ഷാൾ വന്നാലും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, ക്ലിയർ ആണോടാ? എടാ ഈ ചോദ്യം മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ ആണോ? ആരതി ഓക്കെ ആണോ? ജ്യോതിഷം നിന്റെ ഡൗട്ട് മനസ്സിലായോ? ഷാൾ വന്നാൽ പറ്റില്ല, കാരണം ഷാൾ കുറച്ചും കൂടെ അഷുറൻസ് ആയിട്ടുള്ള പോയിന്റ് ആണ് പറയാം. അഷ്യൂർഡ് ആയിട്ട് ഉത്തരത്തിലേക്ക് എത്തുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ സാർ, ഓൾ ക്ലിയർ. യെസ്, റെഡി ആണല്ലോ? എല്ലാവർക്കും ഓക്കെ ആണോ? അടുത്തതിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. ശരി, two follows. Only one follows. Okay, നോക്ക്. One follow. National integration is necessary because there are diversities in India. Okay, ours is a disintegrated nation. എടാ നമ്മളെ എവിടെയെങ്കിലും ഈ ഡിസെൻട്രിഗേഷൻ, നമ്മുടെ രാജ്യം ഡിസെൻട്രിഗ്രേറ്റഡ് നേഷൻ ആണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഫാക്ട് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടോ? കാരണം നാഷണൽ ഇന്റഗ്രേഷൻ is necessary because there are diversities in India. കാരണം ഓക്കെ, നാഷണൽ ഇന്റഗ്രേഷൻ is necessary because there are diversities in India. ours is a disintegrated nation ആണ് യാതൊരു പോയിന്റ് അതിൽ പറയുന്നില്ല. സോ സ്റ്റേറ്റ്മെന്റ് 2 ഫോളോ ചെയ്യില്ല. ഓക്കെ, നമ്മുടെ ഡിസെൻട്രിഗ്രേറ്റഡ് നേഷൻ ആണോ ഇല്ലയോ? കാരണം നാഷണൽ ഇന്റഗ്രേഷൻ നെസസറി എന്ന് പറയാൻ കാരണം അവിടെ എന്താ പറഞ്ഞത്? there are diversities in India. എടാ ഡിസെൻട്രിഗ്രേറ്റഡ് നേഷൻ എന്ന് പറയുന്നതിൽ ഈ എന്താണ് ഡിസെൻട്രിഗ്രേറ്റഡ് നേഷൻ ആണതുകൊണ്ടാണ് നാഷണൽ നേഷൻ വേണമെന്നാണോ പറഞ്ഞത്? നെസസറി ആയത് എന്തുകൊണ്ടാണ്? ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉള്ളത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഡൈവേഴ്സിറ്റീസ് ഉള്ളതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഇന്ത്യ ഇസ് എ കൺട്രി ഓഫ് പീപ്പിൾ വിത്ത് ഡൈവേഴ്സ് കൾച്ചേഴ്സ്, ഡിഫറെന്റ് ലാംഗ്വേജ് ആൻഡ് ഡിഫറെന്റ് സോഷ്യൽ ആൻഡ് എക്കണോമിക് സെറ്റപ്പ്. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഡൈവേഴ്സ് കൾച്ചർ ഉള്ളതുകൊണ്ടാണ് എന്താണ് ഡൈവേഴ്സിറ്റീസ് ഉള്ളതെന്ന് അവിടെ പറയുന്നത്. അതുകൊണ്ട് കൺക്ലൂഷൻ 1 ഫോളോ ചെയ്യും. ഓക്കെ, സോ എന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓൺലി 1 ഫോളോസ്. ഓൺലി 1 ഫോളോസ്. ഓക്കെ ആണോ? ഓൺലി 1 ഫോളോസ്. ഓക്കെ ആണോ? ഇവിടെ ക്ലിയർ ആണോ? ഇവിടെ അവേഴ്സ് ഈസ് എ ഡിസെൻട്രിഗ്രേറ്റഡ് നേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈസേ ആയേക്കാം, ആവാതിരിക്കാം. പക്ഷെ ഈസേ എന്ന് അവേഴ്സ് ഡിസെൻട്രിഗ്രേറ്റഡ് നേഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ 100% പറയുന്ന പോലെ ആയിപ്പോയി. ഓക്കെ ആണോ? മനസ്സിലായോടാ? ക്ലിയർ? അടുത്തതിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. ആലോചിക്ക്.
neither ആണോ എല്ലാവർക്കും none only photos. Okay, so your life will be dull if you don't face a problem. എടാ ലൈഫ് ഡൾ ആണോ ഡൾ അല്ലേ എന്നുള്ള കാര്യത്തെ പറ്റി ഒന്നും ഇവിടെ പറയുന്നത്. The best way to escape from a problem is solve it. അപ്പൊ ഒരു പ്രോബ്ലം എസ്കേപ്പ് ആവണമെങ്കിൽ എന്താണ് അതിന്റെ ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. സോ കൺക്ലൂഷൻ 1 തെറ്റല്ലേ, കാരണം ലൈഫ് ഡൾ ആവുന്നത്, അപ്പൊ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യലേ ലൈഫ് ഡൾ ആവുന്നത് എവിടെയാ പറയുന്നത്, അത് എന്താണ് തെറ്റെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ടു എസ്കേപ്പ് ഫ്രം പ്രോബ്ലംസ് യു ഷുഡ് ഓൾവേസ് ഹാവ് സം സൊല്യൂഷൻ വിത്ത് യു. എടാ യു ഷുഡ് ഓൾവേസ് ഹാവ് സം സൊല്യൂഷൻ. എടാ അങ്ങനെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമ്മുടെ വലിയ സൊല്യൂഷൻ വേണം, അതല്ലേ പറയുന്നത് ടു എസ്കേപ്പ് ഫ്രം പ്രോബ്ലംസ്. അങ്ങനെ പ്രോബ്ലംസിനെ എസ്കേപ്പ് ആവണമെങ്കിൽ എന്ത് വേണം, യു ഷുഡ് ഓൾവേസ് ഹാവ് സം സൊല്യൂഷൻ വിത്ത് യു. അങ്ങനെ സൊല്യൂഷൻ നിർബന്ധമായിട്ടും വേണം. അങ്ങനെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അക്കാരണത്താൽ എന്താണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണക്ട് ചെയ്യാം. ഓൺലി 2 follows. സെറ്റ് ആണോ? നൈദർ അല്ല ബോത്ത് സെക്കൻഡ് 2 follows. സെക്കൻഡ് follows. ഓക്കെ ആണോ? ടു എസ്കേപ്പ് ഫ്രം പ്രോബ്ലംസ്, ഒരു പ്രോബ്ലംസ് എസ്കേപ്പ് ആവണമെങ്കിൽ എന്ത് വേണം, സൊല്യൂഷൻ വേണം. എടാ സ്റ്റേറ്റ്മെന്റുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ നോക്കണം. ഇപ്പൊ ഇങ്ങനെ ഒരു സൊല്യൂഷൻ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ സ്റ്റേറ്റ്മെന്റ് ചിന്തിക്കരുത്. കാരണം ഇവിടെ എന്താ പറയുന്നത്, ദ ബെസ്റ്റ് വേ ടു എസ്കേപ്പ് ഫ്രം പ്രോബ്ലംസ് ടു സോൾവ് ഇറ്റ്. എങ്ങനെയാണ് എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ഒരു സൊല്യൂഷൻ വേണ്ടേ, അങ്ങനെ സൊല്യൂഷൻ വേണമെന്നാണ് എന്തിൽ പറയുന്നത്, കൺക്ലൂഷൻ 2 പറയുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ ജസ്ന, സുരഭി എല്ലാം നൈദർ അല്ലേ പറഞ്ഞ, ബെസ്റ്റ് വേ എന്ന് അല്ലേ പറയുന്നത്, വേറെയും വേസ് കാണില്ലേ. ബെസ്റ്റ് വേ ടു എസ്കേപ്പ് ഫ്രം പ്രോബ്ലം ടു സോൾവ് ഇറ്റ്. ടു എസ്കേപ്പ് ഫ്രം പ്രോബ്ലംസ് യു ഷുഡ് ഓൾവേസ് ഹാവ് സം സൊല്യൂഷൻ. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ അതിനെക്കാട്ടും കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ട് എന്താണ് ബെസ്റ്റ് വേ, ശരിയാണ്. ദ വേസ് ടു എസ്കേപ്പ് ദ ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബെസ്റ്റ് വേ ആണെങ്കിലും അതിനെന്താണ്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ എന്താണ്, അറ്റ്ലാസ്റ്റ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം ജ്യോതിസ്, ഒരു സൊല്യൂഷൻ വേണം. ആ സൊല്യൂഷൻ ബെസ്റ്റ് വേ ആണെന്ന് നിർബന്ധമൊന്നുമില്ല. ദ ബെസ്റ്റ് വേ ടു എസ്കേപ്പ് ഫ്രം എ പ്രോബ്ലം ടു സോൾവ് ഇറ്റ്. അപ്പൊ അത് എങ്ങനെയാലും ബെസ്റ്റ് വേ ആണെങ്കിലും ബെസ്റ്റ് വേ അല്ലെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സോൾവ് ആവുള്ളൂ. സോ യു ഷുഡ് ഓൾവേസ് ഹാവ് സം സൊല്യൂഷൻ. കുറച്ച് സൊല്യൂഷൻ വേണം. ഓക്കെ, ഓവർ തിങ്ക് ചെയ്യണ്ട. മനസ്സിലായോടാ ജ്യോതിസ്? ഓക്കെ ആണോ? ഇതാണ് ഈ ടോപ്പിക്കിന്റെ പ്രശ്നം. കുറച്ചെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ? അതെ, സൊല്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ജ്യോതിസ് നീ ഓക്കെ ആണോ? സൊല്യൂഷൻ ഉണ്ടെങ്കിലേ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കാരണം കൊണ്ടാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ക്ലിയർ ആണോ? എടാ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ, അതോ കൺഫ്യൂഷൻ ആണോ കൂടുന്നത്? എല്ലാവരും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ അതോ കൺഫ്യൂഷൻസ് ആണോ? എല്ലാം പുതിയ കാര്യങ്ങളാണ്. അപ്പോ കൺഫ്യൂഷൻസ് കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. യെസ് എല്ലാം ഓക്കെ. പറ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞിട്ട് നമ്മൾ എന്തിലേക്ക് പോകും? അസംഷനിലേക്ക് പോകും. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്ക്. ഇത് ഈസി ക്വസ്റ്റ്യൻ, വേഗം പറഞ്ഞു. ഓക്കെ ആവുന്നുണ്ട് അല്ലേ? ചെയ്തോ. ദിസ് ഈസ് എ ന്യൂ ടോപ്പിക് ഫോർ മീ. ഓക്കെ, ചെയ്. കൺഫ്യൂഷൻ കുറയുന്നുണ്ട്. നൈസ്. ഈ ടോപ്പിക്ക് നന്നായിട്ട് സാർ എടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യുടാ. ചെയ് ഇതും കൂടെ പറ. ഓക്കെ, ഏതാടാ? 1 follows. India's economy is dependent. India's economy depend ചെയ്യുന്നത് എന്താണ്? മെയിൻലി ഓൺ ഫോറസ്റ്റിലാണ്. India wants only maintenance of forest to improve economic conditions. Trees should be preserved to improve the economy. ഇത് ഓക്കെ അല്ലേ? കൺക്ലൂഷൻ ഫണ്ട് എന്തായാലും ഫോളോ ചെയ്യൂലേ? കാരണം ട്രീസിനെ പ്രിസർവ് ചെയ്തുകൊണ്ടാണ് എന്താണ് ഇന്ത്യൻ എക്കോണമി ഇംപ്രൂവ് ചെയ്യുന്നത്. കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമി ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ഫോറസ്റ്റിനാണ്. സോ കൺക്ലൂഷൻ 1 എന്തായാലും ഫോളോ ചെയ്യും, ഒരു ഡൗട്ടും ഇല്ല. രണ്ടാമത്തേക്ക് വാ. ഇന്ത്യ വാണ്ട്സ് ഓൺലി, വീണ്ടും പറയാണ്, ഓൺലി മെയിൻറ്റെയിൻസ് ഓഫ് ഫോറസ്റ്റ് ഇംപ്രൂവ് എക്കണോമിക് കണ്ടീഷൻ. ഇന്ത്യസ് എക്കോണമി ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്?
ഫോറസ്റ്റിന് മാത്രമല്ല എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടല്ലോ. അത് മാത്രമല്ല ഓൺലി വേർഡ് ഉണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് 2 കൺക്ലൂഷൻ 2 എന്താണ്? ഫോളോ ചെയ്യൂല. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്ത് വരും? അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സോ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. എടാ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കൺക്ലൂഷന്റെ ക്വസ്റ്റ്യൻസ്. ഇനി വരുന്നത് അസംഷൻ ആണ്. സോ കൺക്ലൂഷൻ ചിന്തിക്കും പോലെ അല്ല എന്ത് ചിന്തിക്കേണ്ടത്, അസംഷൻ ചിന്തിക്കേണ്ടത്. അത് ആ സമയത്ത് പറയാം. ഇതുവരെ ഓക്കെ ആണോ? സോ ഈ ഒരു 17 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിച്ചോടാം. സോ ഇനി അങ്ങോട്ട് അസംഷൻ ആണ്. ഓക്കെ ആണോ? ഓൺലി വീക്കെൻഡ് കൺക്ലൂഷൻ. സോ ഓൺലി വീക്കെൻഡ് കൺക്ലൂഷൻ, കൺക്ലൂഷൻ 1 ഫോളോസ്. അതാണ് വരിക. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ക്ലിയർ ആണോ? റെഡി അല്ലേ? യെസ്, ഓക്കെ ആണ്. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് PDF ഷെയർ ചെയ്യാം. കുറെ പഠിച്ചു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇപ്പൊ ഞാൻ പറയുന്ന പോലെയല്ല, അത് വേറൊരു കോൺടാക്സിലാണ് ഇനി അസംഷൻ ചിന്തിക്കേണ്ടത്. ഇതുവരെ ഓക്കെ അല്ലേ? സാർ റെഡി? ഓക്കെ, നോക്ക് ഇതും കൂടി കഴിഞ്ഞിട്ട് മാത്രം പോയാൽ മതി. പെർഫെക്റ്റ് ക്ലാസ്. ഓക്കെ, സെറ്റ്. ലെറ്റ്സ് ഗോ അഹെഡ്. നോക്കി ശ്രദ്ധിച്ചോ. ഇനി എങ്ങനെയാണ് അസംഷൻ ചിന്തിക്കേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കും. അസംഷൻ സ്റ്റേറ്റ്മെന്റ് അസംഷൻ. എങ്ങനെയാണ് അസംഷനിൽ പറയേണ്ടത്? അസംഷൻ കൂടി ആകുമ്പോൾ മൊത്തത്തിൽ ഭ്രാന്താവും. അത് ഓക്കെ ആവും, അത് ഭ്രാന്താവും, അതിൽ സംശയമൊന്നും വേണ്ട. അസംഷൻ ഇനി ഞാൻ പറയാൻ പോകുന്നതൊക്കെ പുതിയ പുതിയ കാര്യങ്ങളാണ്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ്, എടാ അസംഷനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാം. നമുക്ക് ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഒക്കെ വേണമെങ്കിൽ ചിന്തിക്കാം, നമുക്ക് ഒക്കെ അസ്യൂം ചെയ്യാം. ഈ അസംഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് അങ്ങനെയാണ്. കാരണം അസംഷൻ എല്ലാ കേസിലും ശരിയാവും. ശരിയല്ലേ? എല്ലാം നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാൻ വരുന്ന കാര്യമാണ്. പക്ഷെ എല്ലാ അസംഷനും ശരിയാണ്. ഇന്ന് മഴ പെയ്യും, ഇന്ന് മഴ പെയ്യൂല. ശരിയാണോ? എടാ ഇന്ന് മഴ പെയ്യാനും സാധ്യതയുണ്ട്, പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. സോ സാധ്യത എന്ന് പറയുന്നതാണ് അസംഷൻ. അത് രണ്ടും ശരിയല്ലേ? ഇന്ന് മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ശരിയാണ്, മഴ പെയ്യാൻ സാധ്യത ഇല്ല എന്ന് പറയുന്നത് ശരിയാണ്. സോ ഇതിൽ ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ. അത് വേറൊരു കാര്യം. സോ എല്ലാ അസംഷനും ശരിയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്കിന്റെ പ്രസക്തി ഇവിടെ ഇല്ല. കാരണം ചോദ്യം തന്നെ വരണ്ട. പക്ഷെ നിങ്ങൾക്കറിയാം എല്ലാ അസംഷനും ശരിയല്ല. അപ്പം എങ്ങനെയാണ് ഈ എല്ലാ അസംഷനും ശരിയായ അസംഷൻ സെലക്ട് ചെയ്യേണ്ടത്? സോ അതിന്റെ ടൂളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും വരിക. നോക്ക്, സോ നിങ്ങൾക്ക് ഇവിടെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ, എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ഒക്കെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ഇംപ്ലിസിറ്റ്, എന്താ എക്സ്പ്ലിസിറ്റ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഫോളോ ചെയ്യും, എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ഫോളോ ചെയ്യൂല. ഓക്കെ ആണോ? സോ ഇംപ്ലിസിറ്റ് മീൻസ് ഫോളോസ്, എക്സ്പ്ലിസിറ്റ് മീൻസ് നൺ ഫോളോസ്, എന്ന് വെച്ചാൽ ഫോളോ ചെയ്യാത്തത്. അതാണ് ഇതിന്റെ ബേസിക് ഐഡിയ. ഓക്കെ ആണോ? ഇംപ്ലിസിറ്റ് ഫോളോ ചെയ്യുന്നതിന് പകരമായിട്ട് ഇവിടെ ഇംപ്ലിസിറ്റ് കാണാൻ പറ്റും. നൺ ഫോളോസ് അല്ലെങ്കിൽ ഫോളോ ചെയ്യില്ല എന്നുള്ളതിനാണ് എക്സ്പ്ലിസിറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. സെറ്റ് അല്ലേ? ആ പോയിന്റ് കത്തിയോ? ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഒരു അസംഷൻ നമുക്ക് നമ്മുടെ മുന്നിൽ അസംഷൻ തരുന്ന സമയത്ത് ഫോളോ ചെയ്യുമോ ഫോളോ ചെയ്യില്ല എന്ന് പറയാൻ കാരണം, ഫോളോ ചെയ്യുമോ ഫോളോ ചെയ്യില്ല എന്ന് പറയുന്നത് നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ്? ഞാൻ പറഞ്ഞു നമ്മുടെ മുന്നിൽ ഒരുപാട് ചിന്തകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. ആ ചിന്തിക്കുന്ന കാര്യങ്ങൾ അസംഷൻ ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ കാരണം രണ്ട് കേസസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഈ രണ്ട് കേസസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ അസംഷൻസും ശരിയാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ലോകത്തുള്ള എല്ലാ അസംഷനും ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്. പക്ഷെ ഈ രണ്ട് ചാൻസസ്, ഇപ്പൊ ഈ ഒരു കേസും ഈ ഒരു കേസും, ഈ രണ്ട് കേസസിലുള്ള അസംഷൻ മാത്രമാണ് തെറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഒന്നെന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ്, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ ഒപ്പോസ് ചെയ്താലോ കോൺട്രഡിക്റ്റ് ചെയ്താലോ ഓക്കെ, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒപ്പോസ് ചെയ്താലോ കോൺട്രഡിക്റ്റ് ചെയ്താലോ ആ ഒരു അസംഷൻ തെറ്റാണ്. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സുപ്രീം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ എതിർക്കാനോ അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യാനോ പാടില്ല. അങ്ങനെയുള്ള അസംഷൻ ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും? എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. രണ്ടാമത്തെ പോയിന്റ്, തന്നിരിക്കുന്ന അസംഷൻ ഇല്ലോജിക്കൽ ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാതെ ഇല്ലോജിക്കൽ മീൻസ് ഇറലവന്റ് ആയിട്ടുള്ള കാര്യമാണ് കൺക്ലൂഷനിൽ പറയുന്നെങ്കിൽ, കൺക്ലൂഷൻ അല്ല അസംഷനിൽ പറയുന്നെങ്കിൽ അതും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? തെറ്റായിട്ട് കൺസിഡർ ചെയ്യും, അഥവാ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ബാക്കിയുള്ള എല്ലാ അസംഷനും എന്താണ്? ശരിയാണ്. സോ ഈ രണ്ട് കേസസ് മാത്രം നിങ്ങൾ എന്ത് നോക്കിയാൽ മതി? പരിശോധിച്ചാൽ മതി. ഒരു സ്റ്റേറ്റ്മെന്റ് തരും, അതിന്റെ ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള അസംഷൻസിൽ ഈ രണ്ടെണ്ണം ഇറലവന്റ് ആണോ, ഇല്ലോജിക്കൽ ആണോ, അതുപോലെ തന്നെ ഒപ്പോസ് ചെയ്യുന്നുണ്ടോ, കോൺട്രാക്ട് ചെയ്യുന്നുണ്ടോ, ഈ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. സോ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ധാരണ ഉണ്ടാവുക എങ്ങനെയാണ് അസംഷനും കൺക്ലൂഷനുള്ള ചിന്തിക്കുന്നത്. ഈ രണ്ട് ടോപ്പിക്കും എങ്ങനെയാണ് മാറി ചിന്തിക്കുന്ന കാര്യം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. കൺക്ലൂഷൻ ആണെങ്കിൽ എന്താണ്? 100% സ്റ്റിക്ക് ഓൺ ചെയ്യണം. 100% ആ പോയിന്റ് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ നേരെ മറിച്ച് ഇവിടെ 100%, ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്ത കാര്യം ശരിയായിരിക്കും, സ്റ്റേറ്റ്മെന്റിൽ പറയാത്ത കാര്യം ഇവിടെ ശരിയായിരിക്കും. പക്ഷെ അവിടെ എങ്ങനെയാ ശരിയായിട്ട് എടുക്കുന്നത്? ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ ഒരിക്കലും ആ പുതിയ കാര്യം വന്നിട്ട് ഒപ്പോസ് ചെയ്യാൻ പാടില്ല. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കുമ്പോൾ ഈ പുതിയ കാര്യം ഒരിക്കലും ഇല്ലോജിക്കൽ ആവാനും പറ്റില്ല. ഈ രണ്ട് കേസസും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് മാർക്ക് ചെയ്യാം? ഉത്തരം ഇംപ്ലിസിറ്റ് ആണെന്ന് മാർക്ക് ചെയ്യാം. എടാ മനസ്സിലായോ?
കണ്ടന്റ് മനസ്സിലായോ? സോ ക്വസ്റ്റ്യൻ വരുമ്പോൾ കുറച്ച് കൂടെ ക്ലിയർ ആവും. ഇപ്പൊ പറയുന്ന കാര്യം കിട്ടുന്നുണ്ടോ? മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ സർ. സോ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം, എങ്ങനെ വേണം ചിന്തിക്കാന്നുള്ള കാര്യം നോക്കിക്കോ. സോ ശ്രദ്ധിക്ക്, എല്ലാവർക്കും ഓക്കെ അല്ലേ? ശ്രദ്ധിക്കും. എ കാർ ഹാഡ് ഡ്രിവൺ ഓഫ് ദ റോഡ് ആൻഡ് ഹിറ്റ് ദ ട്രീ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർ എന്താണ് റോഡിൽ നിന്ന് സ്കിപ്പ് ആവുന്നു, ഒരു മരത്തെ കൊണ്ട് ഇടിക്കുന്നു. ഇനി പറയുന്നുണ്ട് ദ റോഡ് വാസ് നോട്ട് ഗുഡ്. റോഡ് ഒരിക്കലും നല്ലതല്ല. റോഡ് വാസ് നോട്ട് ഗുഡ്. അതിന്റെ കൂടെ പറയുന്നു ദ ഡ്രൈവർ വാസ് എഫിഷ്യന്റ് ഇനഫ്. ഡ്രൈവർ വാസ് എഫിഷ്യന്റ് ഇനഫ്. സിലോജിസം പോസിബിലിറ്റി പോലെയല്ലേ? അതേപോലെ തന്നെ സിലോജിസം പോസിബിലിറ്റി നമുക്ക് ചിന്തിക്കാം. പക്ഷെ സ്റ്റേറ്റ്മെന്റുമായിട്ട് എന്താ വരുന്നത്? ഡിസ്ക്ലോസ് അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യരുത്. ഡ്രൈവർ എന്താണ്? എഫിഷ്യന്റ് ആണ്. ഹി ഹാഡ് ഡ്രിവൺ ദ കാർ ഫോർ ദ ലാസ്റ്റ് 15 years. ഇയാൾ കഴിഞ്ഞ 15 വർഷമായിട്ട് എന്ത് ഓടിക്കുന്നുണ്ട്? കാർ ഓടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ സ്വാഭാവികമായിട്ട് അയാൾ എന്താണ്? അയാൾ വെൽ എഫിഷ്യന്റ് ആണ്. കാർ ഓടിക്കാൻ വെൽ എഫിഷ്യന്റ് ആണ്. അയാൾ വെൽ എഫിഷ്യന്റ് ആണ്. അതുപോലെ തന്നെ റോഡ് എന്തല്ല? റോഡ് മോശമാണ്. ആ കാരണത്താലായിരിക്കാം ഈ കാർ എന്ത് ചെയ്ത് മരത്തിൽ കൊണ്ട് ഇടിക്കുന്ന പോയിന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. സോ the car accident occurred due to driver. The car accident occurred due to driver. ഇനി നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഈ ഒരു അസംഷൻ ഒപ്പോസ് ചെയ്യുന്നതാണ്. ഈ ഒരു അസംഷൻ ഒപ്പോസ് ചെയ്യുന്നുണ്ട് ആരെ? സ്റ്റേറ്റ്മെന്റിന്. കാരണം സ്റ്റേറ്റ്മെന്റിൽ ഡ്രൈവർ വെൽ എഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഡ്രൈവറിന് ഒരിക്കലും ആ ഡ്രൈവറിന്റെ കാരണത്താൽ എന്ത് നടക്കൂല? ആക്സിഡന്റ് നടക്കൂല. അസംഷൻ 1 എന്തായാലും തെറ്റാണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. രണ്ടാമത് നോക്ക്, there was a mechanical fault in the car. There was a mechanical fault in the car. ശരിയല്ലേ? എടാ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനത്തെ ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. നമുക്ക് ചിന്തിക്കാന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാ? ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് സ്റ്റേറ്റ്മെന്റിന് ഒപ്പോസ് ചെയ്യുന്നില്ല. കാറിന്റെ ഉള്ളിൽ മെക്കാനിക്കൽ ഫോൾട്ട് വരാതിരിക്കാം, അങ്ങനെ ചിന്തിക്കാന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലോജിക്കൽ ആണോ? ഇല്ലോജിക്കൽ ഒരിക്കലും അല്ല. കാരണം എന്താ? ഇങ്ങനെ കാറിന് മെക്കാനിക്കൽ ഫോൾട്ട് വന്നാൽ ഉറപ്പായിട്ടും കാർ എന്ത് ചെയ്യും? കാറ് എഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് കാർ സ്കിഡ് ആവും, മരത്തിൽ കൊണ്ടുവന്നിരിക്കാം. അതിന് ചാൻസ് ഉണ്ട്. ചാൻസ് എന്ന് പറയുന്ന അസംഷൻ ആണ്. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കും, മെക്കാനിക്കൽ ഫോൾട്ട് ഉണ്ടോ? ഇനി ഇല്ലോജിക്കൽ ആണോ? അല്ല. ഇനി അടുത്ത പോലെ ഒപ്പോസ് ചെയ്യുന്നുണ്ടോ? എടാ, കാറിന്റെ കാർ വെൽ കണ്ടീഷൻ ആണെന്നൊന്നും ഒരിക്കലും ക്വസ്റ്റിൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും കാർ വെൽ കണ്ടീഷൻ ആണ്, അതിന് ഒരു പ്രശ്നമില്ല, എഞ്ചിന് ഒരു പ്രശ്നമില്ല, അങ്ങനത്തെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്തടത്തോളം കാലം എന്ത് ഒപ്പോസ് ചെയ്യുന്നില്ല? ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒപ്പോസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇല്ലോജിക്കലും അല്ല, ഒപ്പോസ് അഥവാ കോൺട്രഡിക്റ്റും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 2 അല്ലെങ്കിൽ കൺക്ലൂഷൻ 2 എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ കൺക്ലൂഷൻ 1 അസംഷൻ 1 എന്ത് ചെയ്യുന്നില്ല? ഫോളോ ചെയ്യുന്നില്ല. അതിന് കാരണം ഡ്രൈവർ എഫിഷ്യന്റ് ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഡ്രൈവറുടെ കാരണത്താൽ എന്തായാലും അപകടം നടക്കാൻ പോകുന്നില്ല. ഇനി മൂന്നാമത്തെ നോക്ക്, the accident happened due to a bad road. Of course അതെ, കാരണം അവിടെ പറയുന്നുണ്ട് the road was not good. സോ 2 3 ശരിയാണ്. സോ only 2 and 3 are implicit. മനസ്സിലായോ? എല്ലാവർക്കും ഓക്കെ ആണോ? സോ ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നതിനാണ് ഇമ്പോർട്ടൻസ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചത് കൊണ്ടാണ് ഈ ഉത്തരത്തിലേക്ക് എത്തി എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആ ഒരു കാര്യം കത്തിയോ? മനസ്സിലായോടാ? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? യെസ് സർ. നെക്സ്റ്റ്, വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ് ഇത്. ചെയ്യും നോക്ക്, ബോത്ത്. ഓക്കെ, നോക്ക്. സ്റ്റേറ്റ്മെന്റ് പറയുന്നു the government recently announced additional food for work programs for all the drought affected regions in the country. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗവൺമെന്റ്, ഈ ഗവൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നെങ്കിൽ, ഗവൺമെന്റ് റിലേറ്റഡ് ഫാക്ട്സ് ആണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടെങ്കിൽ, ഇനി ഗവൺമെന്റിനെ ഒപ്പോസ് ചെയ്യാത്ത എല്ലാ അസംഷനും ശരിയാണ്. ഓക്കെ, ഗവൺമെന്റ് അല്ലെങ്കിൽ അധികാരികൾ, ഞാൻ പറഞ്ഞല്ലോ ഒരു ഹയർ അതോറിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട് ആണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. കൺക്ലൂഷൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ആ അതോറിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ അത് എന്താണ്? അതിനെ എതിർക്കുന്നില്ല, അതിനെ ഫേവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഗവൺമെന്റിനെ ഫേവർ ചെയ്യുന്ന എല്ലാ അസംഷനും ശരിയാണ്. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയാനുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്. ഗവൺമെന്റിനെ ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ അസംഷനും ശരിയാണ്. ഇല്ലോജിക്കൽ ആവരുത്, ആ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണം. ഓക്കെ ആണോ? പോയിന്റ് ഓക്കെ ആണോ? ദ ഗവൺമെന്റ് ഹാസ് ഫണ്ട് ടു റൺ ദീസ് പ്രോഗ്രാം. ഉറപ്പായിട്ടും അങ്ങനെ ഫണ്ട് ഉള്ളതുകൊണ്ടാണല്ലോ ഈ ഒരു ഗവൺമെന്റ് ഒരുപാട് പുതിയ പ്രോഗ്രാംസ് അനൗൺസ് ചെയ്യുന്നത്. സോ അസംഷൻ 1 ശരിയാണ്. അഫക്റ്റഡ് പീപ്പിൾ മേ ബി ഏബിൾ ടു ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 meal
എ ഡേ ടു ദീസ് പ്രോഗ്രാംസ്. ശരിയല്ലേ? സോ ഇങ്ങനെ ഓരോരോ പ്രോഗ്രാംസ് ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കിട്ടും. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആ ഒരു സ്റ്റേറ്റ്മെന്റും ആ ഒരു ഇതും കൂടെ ശരിയാണ്. പോയിന്റ് ഓക്കെ ആണോ? റെഡി ആണോ? മനസ്സിലായോ? സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബോത്ത് 1 and 2 ഇംപ്ലിസിറ്റ്. സെറ്റ് അല്ലേ? എടാ ഇത് മനസ്സിലായോ? പോയിന്റ് ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? എല്ലാവരും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ ആണോ? സോ ഇതിന്റെ ഉത്തരം ബോത്ത് 1 and 2. ബോത്ത് 1 and 2 ആർ ഇംപ്ലിസിറ്റ്. എല്ലാവർക്കും ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം ശ്രദ്ധിക്കും. ശരി. പറഞ്ഞേ. ഡി പറയുന്നുണ്ട് neither 1 or 2 is implicit. ഓക്കെ. സി both 1 and 2 are implicit. ഓക്കെ. അസംഷൻ കൺക്ലൂഷൻ ആയി കാണാനുള്ള ടെൻഡൻസി വരുന്നു. അങ്ങനെ വരരുത്. അതുകൊണ്ടാണല്ലോ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ചെയ്തോ. അപ്പൊ ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചോ. സ്റ്റേറ്റ്മെന്റ് പറയാണ് ദ മുനിസിപ്പൽ കോർപ്പറേഷൻ, ഇപ്പൊ ഹയർ അതോറിറ്റി ആണ്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഹാസ് അനൗൺസ് 50% റിഡക്ഷൻ ഇൻ വാട്ടർ സപ്ലൈ ടിൽ മൺസൂൺ അറൈവ്സ് ഇൻ ദ സിറ്റി. അപ്പൊ ഇതിന്റെ പോയിന്റ് എന്താണ്? സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ പോയിന്റ് എന്താണ്? മുനിസിപ്പൽ കോർപ്പറേഷൻ എന്താണ് 50% വാട്ടർ സപ്ലൈ കുറച്ചു. റിഡക്ഷൻ എന്ന് വെച്ചാൽ മൺസൂൺ വരുന്നത് വരെ ഓൾറെഡി കൊടുത്തിരിക്കുന്നതിൽ 50% അളവ് കുറച്ചുകൊണ്ടേയിരുന്നു. അളവ് കുറച്ചു. അതിന് കാരണം എന്തുകൊണ്ടാണ്? കാരണം വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാവുമല്ലോ. സോ അതുകൊണ്ടാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഹാസ് അനൗൺസ് 50% റിഡക്ഷൻ ഇൻ വാട്ടർ സപ്ലൈ. സോ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് എന്താണ് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. ആ ഒരു പോയിന്റ് നമുക്കറിയാം. കാരണം ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വാട്ടർ സപ്ലൈ ഒറ്റയടിക്ക് എന്തായി? 50%, 50% ആയി എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? എന്റെ കളി പോയി നോക്ക്. ആ കിളി നമുക്ക് തിരിച്ചു എഴുതാം. നോക്കി ശ്രദ്ധിക്കണം. The municipal corporation has announced 50% reduction in water supply till monsoon arrives in the city. Okay, statement പറഞ്ഞു. ഇനി ഞാൻ പറയുന്ന പോയിന്റ് നോക്ക്. People may protest against the unilateral decision of the municipal corporation. അപ്പൊ എന്താ? അപ്പൊ നമ്മൾ ചിന്തിക്കും, ശരിയല്ലേ? അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്താ? അപ്പോ ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ എതിരായിട്ട് അവർക്ക് എന്തായാലും കിട്ടാൻ 100%, 100% വാട്ടർ കിട്ടുന്നതിന് വരെ ഇപ്പൊ 50% കിട്ടുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ എന്താണ് ഈ മുനിസിപ്പൽ കോർപ്പറേഷനെതിരെ ഫൈറ്റ് ചെയ്യില്ലേ നമുക്ക് ചിന്തിക്കാം. സോ ചിന്തിക്കുന്നത് തെറ്റൊന്നുമില്ല, അത് അസംഷൻ ആണ്. നമ്മൾ ചിന്തിക്കുന്ന കാര്യം അസംഷൻ ആണ്. ഞാൻ പറഞ്ഞു ചിന്തിക്കുന്ന കാര്യം എന്താവരുത്? ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുമായിട്ട് ഒപ്പോസ് ചെയ്യരുത്, അധികാരികൾക്കെതിരെ ആവരുത്, ഗവൺമെന്റിനെ ഫേവർ ചെയ്യണം. ഈ ഒരു പോയിന്റ് നേരത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ലേ, ഗവൺമെന്റിനെ ഫേവർ ചെയ്യുന്നു. സോ ഈ ഒരു അസംഷൻ 1 ഫോളോ എന്താണ് ഫേവർ ചെയ്യുന്നതാണോ? എടാ, പീപ്പിൾ മേ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് യൂണിലാറ്ററൽ ഡിസിഷൻ ഓഫ് മുനിസിപ്പൽ കോർപ്പറേഷൻ. മുനിസിപ്പൽ കോർപ്പറേഷൻ എതിരായിട്ടല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? എതിരായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടല്ലേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് 1 ശരിയായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്? പറഞ്ഞ പോയിന്റ് കത്തിയോ? ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഗവൺമെന്റ് ഓർഗനൈസേഷനെതിരെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് 1 അല്ലെങ്കിൽ അസംഷൻ 1 ശരിയാക്കി കൺസിഡർ ചെയ്തത്. അങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞു. സോ സ്റ്റേറ്റ്മെന്റ് 1 എന്ത് ചെയ്യുന്നില്ല? ഫോളോ ചെയ്യുന്നില്ല. സോറി, അസംഷൻ 1 ഫോളോ ചെയ്യുന്നില്ല. അത് ക്ലിയർ ആണോ? സർ, ഗവൺമെന്റ് ഓർഗനൈസേഷൻ മാത്രമേ ഹയർ അതോറിറ്റി എടുക്കുള്ളൂ? ഒരിക്കലും അല്ല. ഇപ്പോ പ്രൈവറ്റ് നിങ്ങൾക്ക് ഹയർ അതോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളെ ലോജിക്കലി ആലോചിക്കുന്ന സമയത്ത് ഹയർ അതോറിറ്റി ആണെന്ന് തോന്നുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അത് അങ്ങനെ ഈ രീതിയിൽ തന്നെ ചിന്തിച്ചെടുക്കാം. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ഓക്കെ. എടാ ജ്യോതിസ്, ആരതി, എല്ലാവർക്കും ഓക്കെ ആണോ? ഈ സ്റ്റേറ്റ്മെന്റ് അസംഷൻ 1 മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? വിജീഷയ്ക്ക് മനസ്സിലായില്ല? പോയിന്റ് ഇത്രയേ ഉള്ളൂടാ. പീപ്പിൾ മേ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് യൂണിലാറ്ററൽ ഡിസിഷൻ. സോ ഈ അസംഷൻ 1 ശരിയായിട്ട് എടുക്കണമെങ്കിൽ ഇത് ശരിയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാ? അവരുടെ തീരുമാനത്തിന് എതിരായിട്ട് നമ്മൾ ചിന്തിക്കുന്നോണ്ടാ.
അങ്ങനെ ചിന്തിക്കുന്നു ഈ 50% റിഡക്ഷൻ ആക്കിയത് ശരിയല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇവരെ ഭാഗത്ത് അല്ലെങ്കിൽ ആളുകളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചത് കൊണ്ട് അവർ പ്രൊട്ടസ്റ്റ് നടത്തുന്നത് ശരിയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കരുതല്ലോ. സേ ദാറ്റ് അഗൈൻ. എടാ മനസ്സിലായോ? ഒരു സുപ്പീരിയർ ഓഫീസിനൊക്കെ ഹയർ അതോറിറ്റി ആക്കി എടുക്കാവോ? അങ്ങനെയാക്കി എടുക്കാം. സുപ്പീരിയർ ഹയർ അതോറിറ്റി ആണെന്നുള്ള രീതിയിൽ അവർക്ക് ഫേവർ ആവുന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ് പറയുന്നതെങ്കിൽ നമുക്ക് അസംഷൻ അങ്ങനെ ആക്കി എടുക്കാം. അതെന്താ എതിരെ ചിന്തിക്കാൻ പാടില്ലാത്ത സാർ? അവിടെ പോസിബിലിറ്റി വരില്ലേ? എടാ അതാണ് ഞാൻ പറഞ്ഞത്. രണ്ട് കണ്ടീഷനിലാണ് ഈ അസംഷൻ തെറ്റായിട്ട് മാറുന്നത്. ഒന്ന് ഒപ്പോസ് ചെയ്യുന്നത്, അത് നമ്മൾ ചിന്തിക്കുന്നതാണ്. നമ്മൾ ചിന്തിക്കുന്ന വഴി എന്താവരുത്? സ്റ്റേറ്റ്മെന്റിന് ഒപ്പോസ് ചെയ്യരുത്. മനസ്സിലായോ? ഒപ്പോസ് സ്റ്റേറ്റ്മെന്റ് ആണ് അസംഷൻ 1. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ആരതി പറഞ്ഞാണ് അതിന്റെ മീനിങ്. നമ്മൾ ചിന്തിക്കുന്ന അസംഷൻ ഒരിക്കലും തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ ഒപ്പോസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 നിങ്ങൾക്ക് മനസ്സിലായോ? സോറി, അസംഷൻ 1 നിങ്ങൾ എന്തുകൊണ്ടാണ് തെറ്റെന്ന് മനസ്സിലായോ? കാരണം ഇതുപോലെ മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ അവരെ എതിർക്കുക എന്നുള്ളതാണ് ആ പ്രൊട്ടസ്റ്റ് കൊണ്ട് മനസ്സിലാക്കേണ്ട പോയിന്റ്. അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങനെ ഒരിക്കലും നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യാൻ പാടില്ല. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് അസംഷൻ 1 എന്ന് പറയുന്നത് തെറ്റാണ്. പോയിന്റ് ഓക്കെ ആണോടാ? ക്ലിയർ? എല്ലാരും പറ ക്ലിയർ. പിക്കു, അവണി, ജൂഹി, ആരതി, ജ്യോതിസ് എല്ലാവർക്കും ഓക്കെ ആണോ? പിന്നെ നേരത്തെ ഒരാളും കൂടെ നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായിരുന്നു വിജിഷ. ക്ലിയർ ആണോടാ? ഓക്കെ, ക്ലിയർ ആണ്. ഇനി രണ്ടാമത്തത് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൂടും. അതുകൊണ്ടാണ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. രണ്ടാമത്തത് ശരിയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും തെറ്റാണ്. സോ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അതിന് കാരണം എന്ന് പറയുന്നത്, എടാ നോക്കടാ, മുനിസിപ്പൽ കോർപ്പറേഷൻ മേ റെഡ്യൂസ് ഇറ്റ്സ് ടാക്സസ് ഫ്രം ദ റെസിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ആസ് ഇറ്റ് ഫെയിൽ ടു പ്രൊവൈഡ് ആഡിക്വേറ്റ് വാട്ടർ. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്താ? എന്തായാലും വെള്ളം കൊടുക്കുന്നില്ല, എന്തായാലും വെള്ളമോ കൊടുക്കുന്നില്ല, അങ്ങനെയാണ് ഇവർക്ക് കുറച്ച് ടാക്സ് എങ്കിലും കുറച്ച് കൊടുത്തൂടെ? അതെങ്കിലും അപ്പൊ ടാക്സ് എങ്കിലും കുറച്ച് കൊടുത്തൂടെ? അതെങ്കിലും അങ്ങനെ ചെയ്താലെങ്കിലും ആൾക്കാർക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടൂലേ, അവർക്ക് കുറച്ച് ആശ്വാസം കിട്ടില്ലേ ചിന്തിക്കുന്നത് നമ്മൾ ആരെ ഭാഗത്ത് ചിന്തിച്ചതുകൊണ്ടാ? ആരെ ഭാഗത്ത് ചിന്തിക്കുന്നത്? ആൾക്കാരുടെ ഭാഗത്ത് ചിന്തിക്കുന്നതുകൊണ്ടാണ്. ഇങ്ങനെ ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഹയർ അതോറിറ്റി ഗവൺമെന്റിന് നഷ്ടമല്ലേ വരിക? അവർക്ക് ലോസ് അല്ലേ ഉണ്ടാവുന്നത്? ഓൾറെഡി കിട്ടുന്ന പൈസയിൽ നിന്ന് കുറച്ചും കൂടെ റിഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി കിട്ടുന്ന പൈസ വീണ്ടും കുറഞ്ഞ പൈസയിലേ കിട്ടുള്ളൂ. അങ്ങനെ കുറഞ്ഞ പൈസ വന്നാലുള്ള പ്രശ്നം എന്താണ്? സോ അവർക്ക് ലോസ് ആണ്. സോ അവർക്ക് എതിരായിട്ടാണ് നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നത്. അങ്ങനെ റിഡക്ഷൻ ഓഫ് ടാക്സ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നില്ല. സോ റോങ് ആണ്. അത് പറയണ്ട കേട്ടോ. റിഡക്ഷൻ ഓഫ് ടാക്സ് സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ല. ഇത് കൺക്ലൂഷൻ അല്ല, ഇത് അസംഷൻ ആണ്. അങ്ങനെ റിഡക്ഷൻ ഓഫ് ടാക്സസിനെ പറ്റി പറയാത്തത് കൊണ്ടല്ല ഇത് തെറ്റാവുന്നത്. അങ്ങനെ ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ അതും അതെ ഗവൺമെന്റ് ഒപ്പോസ്ഡ് ആയതുകൊണ്ടാണ് എന്താവുന്നത്? ഇത് തെറ്റുന്നത്. അത് കൺക്ലൂഷൻ ആണ് ചിന്തിക്കേണ്ട ആരതി. പറഞ്ഞ പോയിന്റ് ഓക്കെ ആണോ? അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഓഫ് റിഡക്ഷൻ ഓഫ് ടാക്സസിന് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലേ എന്നുള്ള പോയിന്റ് കൺക്ലൂഷനിലാണ്. അസംഷനിൽ അങ്ങനെ പറയണമെന്ന് ഒരു നിർബന്ധമില്ല. പറയാം, പക്ഷെ പറയുന്ന കാര്യം എന്താവരുത്? ഗവൺമെന്റിന് എതിരാവരുത്. സോ ഇവിടുത്തെ പോയിന്റ് ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആർക്കാണ് നഷ്ടം വരിക? ഗവൺമെന്റ് ആണ് നഷ്ടം വരിക. അങ്ങനെ ഗവൺമെന്റ് നഷ്ടമാവുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചെയ്യാൻ പറ്റൂല. അതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഹയർ അതോറിറ്റീസിന് എതിരാവാൻ പാടില്ല. അവർക്ക് ഫേവർ ആവുന്ന രീതിയിൽ മാത്രമേ നമ്മൾ അസ്യൂം ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സെറ്റ് ആണോ? ക്ലിയർ ആണോ? റെഡി ആണോ? സോ സ്റ്റേറ്റ്മെന്റ് അസംഷൻ 2 തെറ്റാണ്. ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ neither 1 or 2 is implicit. സോ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പോയിന്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എല്ലാവരും എന്ത് മാർക്ക് ചെയ്യും? ഇത് ഓൾറെഡി തെറ്റ് മാർക്ക് ചെയ്യും, ഇത് ശരി only 2. സോ ബി മാർക്ക് ചെയ്യും. പക്ഷെ ഉത്തരം തെറ്റാണ്. ബി അല്ല എന്റെ ഉത്തരം, ഡി ആണ് ഉത്തരം. പോയിന്റ് ഓക്കെ ആണോ? വെറൈറ്റി ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? റെഡി ആണോ? മനസ്സിലായോ? കണ്ടന്റ് സെറ്റ് ആണോടാ? ക്ലിയർ? പോയിന്റ് മനസ്സിലായോ? അടുത്ത ചെയ്. സെറ്റ് ആയി വരുന്നു. ആലോചിക്കും. ആലോചിക്ക്. എ പറയുന്നുണ്ട്, സി പറയുന്നുണ്ട്. സോ ഇവിടെയും വേറെ ഒരുപാട് എന്ത് വരുന്നുണ്ട്? ഉത്തരങ്ങൾ വരുന്നുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇൻ വ്യൂ ഓഫ് ദ സിവിയർ ഹീറ്റ് വേവ്സ് പാസിംഗ് ത്രൂ ദ സ്റ്റേറ്റ്, ദ ഗവൺമെന്റ് ഹാസ് ആസ്ക്ഡ് ഓൾ ദ സ്റ്റുഡൻസ് ടു റിമെയിൻ ക്ലോസ്.
സോ ഇതുപോലത്തെ ഹീറ്റ് വേവ്സ് പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ആരോട് പറഞ്ഞിട്ടുണ്ട്, സ്കൂളുകാരോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, റിമെയിൻ ക്ലോസ്, കുറച്ച് കാലത്തേക്ക് ക്ലോസ് ചെയ്ത്, കുറച്ച് കാലത്തേക്കല്ല, നെക്സ്റ്റ് ഫോർട്ട് നൈറ്റ് വരെ അടച്ചിടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അസംഷൻ 1 പറയാണ് ദ ഹീറ്റ് വേവ്സ് മേ നോട്ട് കണ്ടിന്യൂ ബിയോണ്ട് എ ഫോർട്ട് നൈറ്റ്. അപ്പൊ ഓഫ് കോഴ്സ് അത് ഗവൺമെന്റ് ഫേവർ ചെയ്യുന്നത്, ഗവൺമെന്റ് ഡിസിഷനെ ഫേവർ ചെയ്യുന്നതുകൊണ്ടല്ലേ. സോ ഈ ഒരു അസംഷൻ ശരിയല്ലേ? ഹീറ്റ് വേവ്സ് എന്താണ് അടുത്ത ഫോർട്ട് നൈറ്റ് വരെ കണ്ടിന്യൂ ചെയ്തുള്ളൂ, അല്ലെങ്കിൽ അതിനുശേഷം കണ്ടിന്യൂ ചെയ്യില്ല. നോട്ട് കണ്ടിന്യൂ എന്നാ പറയുന്നത്, നോട്ട് കണ്ടിന്യൂ. സോ അതുകൊണ്ടായിരിക്കും നെക്സ്റ്റ് ഫോർട്ട് നൈറ്റ് വരെ ഗവൺമെന്റ് സ്കൂളൊക്കെ ക്ലോസ് ചെയ്തിടാന്ന് പറഞ്ഞത്. സോ അസംഷൻ 1 ഫോളോ ചെയ്യും. രണ്ടാമത് നോക്ക്, ദ പാരന്റ്സ് ഓഫ് ദ സ്റ്റുഡൻസ് മേ നോട്ട് അലോ ദ വാർഡ്സ് ടു അറ്റൻഡ് ദ സ്കൂൾ ഈവൻ ആഫ്റ്റർ എ ഫോർട്ട് നൈറ്റ്. അത് ശരിയാണോ തെറ്റാണോ? ഇതിന്റെ മീനിങ് എന്താ? ദ പാരന്റ്സ്, ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കള് ഈ ആഫ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോർട്ട് നൈറ്റിന് ശേഷവും എന്ത് ചെയ്യരുത്, അലോ ചെയ്യരുത് എന്ന് പറയുന്നത് ഒപ്പോസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇത് ഒപ്പോസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഗവൺമെന്റ് എന്താ പറഞ്ഞത്? ഗവൺമെന്റ് പറഞ്ഞത് സ്കൂൾ അടച്ചിരുന്ന എവിടെ വരെയാ? ലാസ്റ്റ് അടുത്ത ഫോർട്ട് നൈറ്റ് വരെയുള്ളൂ. അതിനുശേഷവും കുട്ടികളെ പറഞ്ഞയക്കാത്തത് ശരിയാണോ? കാരണം ഓൾറെഡി ഗവൺമെന്റ് അതുവരെ മതി, അതിനുശേഷം എന്താണ് സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കും. അങ്ങനെ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ സ്കൂൾ പറഞ്ഞയക്കണ്ടേ? അതല്ലേ ഗവൺമെന്റ് ഫേവർ ചെയ്യുന്ന ഐഡിയ. മനസ്സിലായോ? ഗവൺമെന്റ് ഫേവർ ആണ് ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തത് ഗവൺമെന്റ് ഫേവർ ചെയ്യുന്നല്ല, എന്താണ്, ഗവൺമെന്റിനെ ഒപ്പോസ് ചെയ്യുന്നതാണ്. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓൺലി 1 ഫോളോസ് ആണ് വരിക. ക്ലിയർ ആണോ? പോയിന്റ് ഓക്കെ ആണോ? ഇപ്പൊ കുറച്ച് പേർക്ക് കത്തി തുടങ്ങിയിട്ടുണ്ടാവും. സോ നിങ്ങൾ പറഞ്ഞ ഉത്തരം തന്നെയാണ്, എ ആണ് റെഡി. ഓൺലി 1 ഈസ് ഇംപ്ലിസിറ്റ്. സെറ്റ് ആണോ? മേനോട്ട് അലോ എന്ന് പറഞ്ഞിട്ടില്ലേ? സോ അസംഷൻ 2 ശരിയാവില്ലേ? എടാ മേനോട്ട് അലോ എന്ന് പറഞ്ഞാൽ എന്താ? ഈവൻ ആഫ്റ്റർ എ ഫോർട്ട് നൈറ്റ് ആണ്. ആ ഫോർട്ട് നൈറ്റ് വരെയല്ല, ഫോർട്ട് നൈറ്റിന് ശേഷം അല്ലേ? മനസ്സിലായോ ആരതി? എടാ ഈവൻ ആഫ്റ്റർ എ ഫോർട്ട് നൈറ്റ് വരെ അടച്ചിട്ടാ മതി. അപ്പൊ ഫോർട്ട് നൈറ്റിന് ശേഷം എന്തിനാണ് പറഞ്ഞയക്കാണ്ട് നിൽക്കുന്നത്? ഫോർട്ട് നൈറ്റ് വരെ അടച്ചിട്ടാൽ ഫോർട്ട് നൈറ്റിന് ശേഷം തുറക്കൂലേ? അപ്പൊ ഫോർട്ട് നൈറ്റ് തുറന്നതിന് ശേഷം കുട്ടികളെ പറഞ്ഞു വിടണ്ടേ? സോ പറഞ്ഞു വിടരുത് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? എതിർക്കുന്നല്ലേ? ചിന്തിക്ക്. ഓക്കെ ആരതി, മനസ്സിലായോ? സ്റ്റേറ്റ്മെന്റ് ഉള്ളത് ഹയർ അതോറിറ്റി ആയിരുന്നെങ്കിലും അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്താൽ റോങ് ആവില്ല, ഉറപ്പായിട്ടും ആവും. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ്, ഹയർ അതോറിറ്റി ആണോ അല്ലയോ നോക്കണ്ട, സ്റ്റേറ്റ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ടോ, അത് ഓഫ് കോഴ്സ് തെറ്റാണ്. അത് ഹയർ അതോറിറ്റി ആണോ അല്ലയോ ഒന്നും നോക്കണ്ട, തെറ്റായിരിക്കും. പോയിന്റ് ക്ലിയർ അല്ലേ? റെഡി ആണോ? സെറ്റ് അല്ലേ? ക്ലിയർ? ഓക്കെ സർ. നെക്സ്റ്റ് 5 നോക്ക്. ശരി, ആലോചിക്ക്. A. Okay. Many people were caught by the railway police while they were trying to cross the railway tracks, has imposed heavy penalty before releasing them. Assumption പറയാണ് people may refrain from crossing railway tracks in future. People may refrain from crossing railway tracks in future. Of course, അത് എന്തായാലും എന്താണ് ഒപ്പോസ് ചെയ്യുന്നൊന്നല്ല, അത് ഫേവർ ചെയ്യുന്ന കാര്യം തന്നെയാണ്. കാരണം അത് റിലേറ്റ് ചെയ്യാനും പറ്റും. കാരണം അങ്ങനെ ഹെവി പെനാൽറ്റി കൊടുത്താൽ മാത്രമേ ഇവര് ഭാവിയിൽ എന്ത് ചെയ്യുള്ളൂ, ക്രോസ് ചെയ്യാണ്ടിരിക്കുള്ളൂ. പീപ്പിൾ മേ കണ്ടിന്യൂ ക്രോസിംഗ് റെയിൽവേ ട്രാക്സ് ആൻഡ് പേ ഹെവി പെനാൽറ്റി. സോ അത് എതിർക്കുന്ന കാര്യമല്ലേ? എടാ ഇങ്ങനെ ഒരു ഹെവി പെനാൽറ്റി കൊടുക്കുന്നത് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണോ? ഇവരെങ്ങനെ ക്രോസ് ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിട്ടല്ലേ? അപ്പൊ വീണ്ടും പറയാണ്, ആൾക്കാർക്ക് അങ്ങനെ ക്രോസ് ചെയ്ത് പെനാൽറ്റി കൊടുത്തോണ്ട് ക്രോസ് ചെയ്യാന്ന് പറയുന്നത് ഒപ്പോസ് ചെയ്യുന്നതല്ലേ? സോ ഇതിന്റെ ഉത്തരം എന്താ? ഓൺലി 1 ഈസ് ഇംപ്ലിസിറ്റ്. സെറ്റ് ആണോ? സോ ഇതാണ് അസംഷന്റെ ക്വസ്റ്റ്യൻസ്. ഇത്രയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു 10-20 ക്വസ്റ്റ്യൻസ് ഞാൻ സെറ്റ് ആക്കി വന്നതാണ്. സോ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷനും അസംഷനും മാറി മാറി ചിന്തിക്കേണ്ട വഴികൾ മനസ്സിലായോടാ? പോയിന്റ് ഓക്കെ ആണോ? പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിച്ചോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ.
ഓക്കെ, പഠിച്ചു, യൂസ്ഫുൾ, ഓക്കെ ആണല്ലോ, എല്ലാം പുതിയ കാര്യങ്ങളാണ് അല്ലേ. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെന്റ് അസംഷൻ, പല കാര്യങ്ങളും ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക. ഓക്കെ, താങ്ക് യു സാർ, നല്ല യൂസ്ഫുൾ ആണ്, ഗുഡ് ക്ലാസ്, ഓക്കെ താങ്ക്സ്. അപ്പൊ ഇത്രയേ ഉള്ളൂ, പുതിയ പുതിയ കാര്യങ്ങളാണ്. ഇനി ഈ ഐഡിയാസ് വെച്ച് ഇപ്പൊ കുറെ ഐഡിയാസ് ഒക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ടാവും, എല്ലാം ന്യൂ ആയതുകൊണ്ട് സെറ്റ് ആണ്, ഇനി കുറച്ച് തെറ്റ് കുറയും ഈ സെഷനിലുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പോ ഇത്രയും ഐഡിയാസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. കാരണം ഒരു ഐഡിയ ഇല്ലാണ്ട് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് നിങ്ങൾ പല രീതിയിലായിരിക്കും ചിന്തിക്കുക. ഇപ്പൊ ഞാൻ എന്താക്കി തന്നിട്ടുണ്ട്, ഇപ്പൊ നിങ്ങൾ ഈ ഒരു റൂട്ടിലാണ് ചിന്തിക്കുക എന്നുള്ള ഒരു പാത്ത് ഞാൻ സെറ്റ് ആക്കി തന്നിട്ടുണ്ടാവും. ഈ പാത്തിലൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ യൂട്യൂബിൽ നോക്കിയിട്ട്, യൂട്യൂബിൽ ഞാൻ കൃത്യമായിട്ട് ക്ലാസ് ഇതേ ക്വസ്റ്റ്യൻസ് വെച്ച് എടുത്തിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യൻസിന് സെയിം ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്, കാരണം ഈ ക്വസ്റ്റ്യൻ ഒക്കെ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ നമ്മളൊരു പ്ലേലിസ്റ്റിനെ വെച്ചിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്രിട്ടിക്കൽ റീസണിംഗ് എന്ന് പറഞ്ഞിട്ട്. സോ അത് എടുത്തിട്ട് ഒന്നും കൂടെ റിവൈൻഡ് എടുത്ത് കണ്ടാൽ മതി. സോ ഈ കണ്ടന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേടാ? സോ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ ഇതിന്റെ തന്നെ കണ്ടിന്യൂഷൻ, ഈ ടോപ്പിക് അല്ല, പുതിയ ടോപ്പിക് ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എഫേർട്ട് എടുക്കുക, നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. സോ റീസണിംഗിൽ കുറച്ചെങ്കിലും ടാസ്ക് ആയിട്ടുള്ള ടോപ്പിക്, കാരണം ഈ ഒരു ടോപ്പിക് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും കാണാൻ നിർബന്ധമൊന്നുമില്ല. കുറെ ഹിന്ദി ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ മലയാളത്തിൽ ക്ലാസ്സസ് വളരെ കുറവാണ്. സോ അതുകൊണ്ടാണ് എല്ലാവർക്കും കുറച്ചും കൂടെ ടഫ് ആയിട്ട് മാറുന്നത്. അത് കുറച്ചെങ്കിലും കുറയ്ക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഈ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിവൈസ് ചെയ്യുക. ഓക്കെ, PDF ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് സെറ്റ് ആക്കിയിട്ട് ഇപ്പൊ കുറച്ച് തിരക്കിലാണ്, ഒരു 2 to 3 days കൊണ്ട്, അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ആപ്പിൽ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. എല്ലാ ടോപ്പിക്കിന്റെ റീസണിംഗ് ക്ലാസ് നിങ്ങൾ PDF, ഇത് ഞാൻ ഓഫ് കോഴ്സ് ചെയ്യാം. അതേപോലെ ഇപ്പൊ വേറെയും കുറെ ടോപ്പിക് ഒന്നും PDF തരാത്തതിന് കാരണം എന്ന് പറയുന്നത്, അത് ക്ലാസ് കണ്ട ആൾക്കാർക്ക് അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ്. സോ എന്ത് ചെയ്യാം, നിങ്ങൾ ക്ലാസ് വല്ലപ്പോഴത്ത് റിവൈൻഡ് ചെയ്യാം. പക്ഷെ ഇതിന്റെ PDF ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അടിപൊളി ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഓക്കെ അല്ലേ, റെഡി അല്ലടാ? അപ്പൊ അടുത്ത ക്ലാസ് കാണാം.